Good evening. I am Akshaya KP and I am now doing third year MBBS in AIMS Nagpur. I had an All India rank of 2627 in the year 2020. And today, the chapter we are going to discuss is respiration in plants. NCERT chapter 12, respiration in plants. Respiration in plants നല്ല വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ്, ഇമ്പോർട്ടൻസ് ഉള്ള ചാപ്റ്ററാണ്. ഒരുപാട് കെമിസ്ട്രി ബയോ കെമിക്കൽ റിയാക്ഷൻസ് അങ്ങനത്തെ ഒരു ടൈപ്പ് ചാപ്റ്ററാണ്. നോർമൽ ജസ്റ്റ് ആനിമൽ കിങ്ഡോ ലിവിങ് വേൾഡ് പോലെ ജസ്റ്റ് ബൈ ഹാർട്ട് പഠിച്ച് അങ്ങനെ പഠിക്കുന്ന ചാപ്റ്ററിൽ ഇച്ചിരി കൂടി മനസ്സിരുത്തി കുറച്ച് നല്ലോണം കുറെ പ്രാവശ്യം റിവൈസ് ചെയ്ത് പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ്. ആൻഡ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് NCERT സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും NCERT ആദ്യം തന്നെ പറയുന്നത് all living organisms need energy to carry out daily living life activities. ഏതൊരു ആക്ടിവിറ്റി ആണെങ്കിലും അത് ക്യാരി ഔട്ട് ചെയ്യണമെങ്കിൽ ലിവിങ് ഓർഗാനിസത്തിന് എനർജി വേണം. അപ്പോ ഈ എനർജി എവിടുന്നാ വരുന്നത്? നമുക്കറിയാം, നമ്മളൊക്കെ നമ്മുടെ ഫുഡ് കഴിച്ചിട്ട് ആ ഫുഡ് അബ്സോർബ് ചെയ്ത് അസിമുലേറ്റ് ചെയ്ത് ആദ്യം ബ്രേക്ക് ഡൗൺ ചെയ്ത് അബ്സോർബ് ചെയ്ത് അസിമുലേറ്റ് ചെയ്താണ് എനർജി ഉണ്ടാക്കുന്നത്. പക്ഷെ ഈ ഇതേ സാധനം പ്ലാന്റ്സ് എങ്ങനെയാ ചെയ്യുന്നത്? പ്ലാന്റ്സ് ഫുഡ് കഴിക്കുന്നൊന്നുമില്ലല്ലോ, പിന്നെ എങ്ങനെയാ പ്ലാന്റ്സിന് എനർജി ഉണ്ടാവുന്നത്? ഇത്രയും കാര്യങ്ങളൊക്കെ പറയാണ്. ഈ ലൈഫ് പ്രോസസ്സിലുള്ള എനർജി പ്ലാന്റ്സിന് കിട്ടുന്നത് ഹൗ? ഇറ്റ് ഈസ് ബൈ ദി ഓക്സിഡേഷൻ ഓഫ് സം മാക്രോ മോളിക്യൂൾസ്. നമ്മൾ ഫുഡ് എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ ഫുഡ് പോലെ തോന്നിക്കുന്ന മാക്രോ മോളിക്യൂൾസിന്റെ ഓക്സിഡേഷൻ കൊണ്ടാണ് ലൈഫ് പ്രോസസ്സിലുള്ള എനർജി കിട്ടുന്നത്. ആൻഡ് ഇമ്പോർട്ടൻറ്റ് സെൻറ്റൻസ് ഞാൻ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം. അപ്പൊ ഈ ചാപ്റ്ററിന്റെ ബ്രീഫ് ആദ്യം ചെയ്യാന്ന് വെച്ചാൽ എന്താ? റെസ്പിറേഷൻ എന്താ? ഇറ്റ്സ് എ ഫിസിക്കോ കെമിക്കൽ പ്രോസസ്. ഫിസിക്കോ കെമിക്കൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കോയിൽ വരുന്ന എന്താ, ഫിസിക്കൽ എന്താ? ജസ്റ്റ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. നമുക്ക് വേണ്ട ഗ്യാസ് ഉള്ളിലേക്ക് എടുത്ത് വേണ്ടാത്ത ഗ്യാസ് പുറത്തേക്ക്. നമ്മൾ ഓക്സിജൻ എടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് കളയുന്ന പോലെ പ്ലാന്റ്സ് കാർബൺ ഡൈ ഓക്സൈഡ് എടുത്ത് ഓക്സിജൻ കളയുന്നു. ഇനി കെമിക്കൽ പ്രോസസ് എന്താ? ഓക്സിഡേഷൻ ഓഫ് ഫുഡ് ഓർ മാക്രോ മോളിക്യൂൾസ്. അതുകൊണ്ട് റെസ്പിറേഷൻ എന്ത് വിളിക്കുന്നു? ഒരു ഫിസിക്കോ കെമിക്കൽ പ്രോസസ് എന്ന് വിളിച്ചു. ഈ ഫിസിക്കോ കെമിക്കൽ പ്രോസസ്സിൽ വരുന്ന എന്താ? ബ്രേക്കേജ് ഓഫ് C ബോൺസ് ഓഫ് കോംപ്ലക്സ് കമ്പൗണ്ട്സ് ത്രൂ ഓക്സിഡേഷൻ വിത്തിൻ സെൽ. ഈ കോംപ്ലക്സ് കമ്പൗണ്ട്സിന്റെ കാർബൺ ബോൺസ് നമ്മൾ പൊട്ടിക്കുമ്പോൾ ഏത് റിയാക്ഷൻ വഴി? ഓക്സിഡേഷൻ റിയാക്ഷൻ വഴി സെല്ലിന്റെ ഉള്ളിൽ വെച്ച് പൊട്ടിക്കുമ്പോൾ കുറച്ച് എനർജി കിട്ടും. ഈ എനർജി ഫ്രീലി റിലീസ്ഡ് ആവുകയാണോ സെല്ലില്? അല്ല. ഇതെന്താ? ഈ എനർജി സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് കറൻസി കോൾഡ് ATP. അങ്ങനെ ATP രൂപത്തിൽ ഈ എനർജി സേവ് ചെയ്ത് വെക്കും. അപ്പൊ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിൽ സേവ് ചെയ്ത് വെച്ച് ആ എനർജി യൂസ് ചെയ്യും. ഇതാണ് റെസ്പിറേഷന്റെ ഒരു ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്മൾ ഇനി അടുത്ത് നമ്മൾ വായിക്കുന്നത് എന്താ? സെല്ലുലാർ റെസ്പിറേഷൻ. സെല്ലുലാർ റെസ്പിറേഷൻ എന്താ? Mechanism of breakdown of food materials within the cell to release energy and trapping of this energy for the synthesis of ATP. സെല്ലുലാർ റെസ്പിറേഷൻ എന്താന്ന് നോക്കി. സെല്ലിന്റെ ഉള്ളിൽ നടക്കുന്നതാണ്. ഫുഡ് മെറ്റീരിയൽ ബ്രേക്ക് ഡൗൺ ചെയ്തു ആൻഡ് ആ ഉണ്ടായി വരുന്ന എനർജി എന്തായി? ഈ എനർജി റിലീസ് ചെയ്യുന്നത് ട്രാപ്പ് ചെയ്ത് വെച്ചു ഫോർ ദ സിന്തസിസ് ഓഫ് ATP. ഇത്രയും പഠിച്ചു. ഇനി the breaking of C bonds of complex compounds through oxidation within the cells leading to release of considerable amount of energy is called respiration. റെസ്പിറേഷന്റെ എന്ത് പഠിച്ചു? റെസ്പിറേഷന്റെ ഡെഫിനിഷൻ പഠിച്ചു. ഇനി respiratory substrates എന്താ? the compounds that are oxidized during the process of respiration are known as respiratory substrates എന്ന് നമ്മൾ പഠിച്ചു. ഇനി respiratory substrates എന്താ? റെസ്പിറേഷൻ സമയത്ത് ഓക്സിഡൈസ്ഡ് ആവുന്ന കമ്പൗണ്ട്സ് ആണ്. അത് മെയിൻലി ഏതൊക്കെ രീതിയിലുണ്ട്? കാർബോഹൈഡ്രേറ്റ്സ് ആവാം, ഫാറ്റ്സ് ആവാം, പ്രോട്ടീൻസ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗാനിക് ആസിഡ് ലൈക്ക് മാലിക് ആസിഡോ ഓക്സാലിക് ആസിഡോ ആവാം. ഏറ്റവും മോസ്റ്റ് കോമൺലി ഇപ്പൊ നമ്മൾ ഫാസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഫാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിക്ക് എനർജി നീഡ്സ് വന്നു. അപ്പൊ പെട്ടെന്ന് ഇപ്പൊ നമുക്ക് എനർജി ഉണ്ടാക്കണം. അപ്പൊ ബോഡി ആദ്യം ഡിപ്പെൻഡ് ചെയ്യുന്ന ആരെയാ? കാർബോഹൈഡ്രേറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് എന്താക്കും? കാർബോഹൈഡ്രേറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി ഉണ്ടാക്കാൻ നോക്കും. അങ്ങനെ നമുക്ക് ഇൻസ്റ്റന്റ് സോഴ്സ് ഓഫ് എനർജി കിട്ടാൻ നോക്കും. ഇനി അതുമല്ല, കാർബോഹൈഡ്രേറ്റ്സ് തീർന്നു എന്ന് വിചാരിക്കും. തീരുമ്പോ ആരെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങും? ഫാറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങും. ഫാറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് ഫാറ്റും കഴിഞ്ഞ് നമ്മൾ പതുക്കെ എന്തിനു ഡിപ്പെൻഡ് ചെയ്യും?
പ്രോട്ടീനെ ഡിപ്പെൻഡ് ചെയ്യും. അതും കഴിഞ്ഞ് ഒന്നുമില്ലെങ്കിൽ ഓർഗാനിക് ആസിഡ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇനി ഇനി ഇത്രയും പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അടുത്ത പോയിന്റ് പറഞ്ഞത് റെസ്പിറേഷൻ ആക്ച്വലി 2 ടൈപ്പ് ഉണ്ട് നമുക്ക് പറയാം. ഒരു മേജർ ക്ലാസിഫിക്കേഷൻ അല്ല, പക്ഷെ ജസ്റ്റ് ഒരു കുറച്ചൊരു എക്സ്ട്രാ പോയിന്റ് പോലെ ഞാൻ പറയാണ്. റെസ്പിറേഷൻ 2 ടൈപ്പ്. എന്തൊക്കെ? ഒന്ന് പ്രോട്ടോപ്ലാസ്മിക് റെസ്പിറേഷൻ. പ്രോട്ടോപ്ലാസ്മിക് റെസ്പിറേഷൻ എന്താ? പ്രോട്ടോപ്ലാസ്മിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാല് റെസ്പിറേഷൻ വിച്ച് യൂസസ് പ്രോട്ടീൻ ആസ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്സ്. അതിനെയാണ് നമ്മൾ പ്രോട്ടോപ്ലാസ്മിക് റെസ്പിറേഷൻ എന്ന് പഠിച്ചത്. ഇനി വേറെ ടൈപ്പ് ഉണ്ട്. എങ്ങനെയാ? ഫ്ലോട്ടിംഗ് റെസ്പിറേഷൻ. ഫ്ലോട്ടിംഗ് റെസ്പിറേഷൻ എന്താ? കാർബോഹൈഡ്രേറ്റ്സിനെ ഫാറ്റ്സിനെ ഉപയോഗിച്ച് എനർജി ഉണ്ടാക്കാൻ നോക്കുകയാണെങ്കിൽ അതിനെ ഫ്ലോട്ടിംഗ് റെസ്പിറേഷൻ എന്ന് പഠിച്ചു. അങ്ങനെ റെസ്പിറേഷൻ 2 ടൈപ്പ്: പ്രോട്ടോപ്ലാസ്മിക് റെസ്പിറേഷൻ, ഫ്ലോട്ടിംഗ് റെസ്പിറേഷൻ. പ്രോട്ടോപ്ലാസ്മിക് എന്തിനു ഉപയോഗിക്കും? പ്രോട്ടീൻ ഉപയോഗിച്ചു. ഫ്ലോട്ടിംഗ് എന്തിനു ഉപയോഗിച്ചു? കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഫാറ്റ്സിന് ഉപയോഗിച്ചു. ഇനി ഈ സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. എന്ത്? റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്സ് കഴിഞ്ഞ് നമ്മൾ നോക്കേണ്ടത് ഈ എനർജി ഡ്യൂറിങ് ഓക്സിഡേഷൻ കുറച്ച് എനർജി ഉണ്ടാവുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ എനർജി ഫ്രീലി റിലീസ്ഡ് അല്ല ചെയ്യുന്നത്. ഇറ്റ് ഇസ് നോട്ട് റിലീസ്ഡ് ഫ്രീ ഇൻ ടു ദി സെൽ. അല്ലാണ്ട് ഒരു സിംഗിൾ സ്റ്റെപ്പിലും അല്ല ഇത് ഉണ്ടാവുന്നത്. ഇറ്റ് ഇസ് റിലീസ്ഡ് ഇൻ എ സീരീസ് ഓഫ് സ്ലോ സ്റ്റെപ്പ് വൈസ് റിയാക്ഷൻസ് കൺട്രോൾഡ് ബൈ എൻസൈംസ്. എൻസൈംസ് കൊണ്ട് കൺട്രോൾഡ് ആയപ്പെടുന്ന സീരീസ് ഓഫ് സ്ലോ സ്റ്റെപ്പ് വൈസ് റിയാക്ഷൻ. അത് സെന്റൻസ് ഫോൾസ് ആണ് ട്രൂ ആണോ എന്ന് വെച്ചാൽ അറിഞ്ഞിരിക്കണം. എന്ത്? സ്ലോ സ്റ്റെപ്പ് വൈസ് റിയാക്ഷൻ കൺട്രോൾഡ് ബൈ എൻസൈംസ്. ആൻഡ് ഇത് ഏത് ടൈപ്പ് ഓഫ് എനർജി? ഒരു കെമിക്കൽ എനർജിന്റെ ഫോമിലാണ് സേവ് ആവുന്നത്, ഇൻ ദ ഫോം ഓഫ് ATP. ഇത്രയും പഠിച്ചു. ഇനി ഹെൻസ് അപ്പൊ നമ്മൾ അടുത്ത സെന്റൻസിലേക്ക് പോകാൻ എന്താ? ATP ആക്ട്സ് ആസ് ദി എനർജി കറൻസി ഓഫ് സെൽ. അത് അടുത്ത ഇമ്പോർട്ടൻറ്റ് സെൻസ് ആണ്. എനർജി കറൻസിയാണ് ATP. ഇത്രയായിരുന്നു. ഇനി അടുത്തത്, ഡു പ്ലാന്റ്സ് ബ്രീത്ത്? അത് എൻസിയായിട്ട് നമ്മളോട് ചോദിക്കാം, പ്ലാന്റ്സ് ബ്രീത്ത് ചെയ്യുന്നുണ്ടോ? ആക്ച്വലി ആൻസർ എന്താ? ഉണ്ട്, പ്ലാന്റ്സ് ബ്രീത്ത് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളങ്ങനെ വിസിബിളി ഒരു ഓർഗൻ സിസ്റ്റം വെച്ചോ അങ്ങനെ ഒരു വിസിബിൾ ബ്രീതിങ് മൂവ്മെന്റോ ഒന്നും കാണുന്നില്ല ആക്ച്വലി പ്ലാന്റ്സ്. പക്ഷെ നമുക്കറിയാം ആൻസർ ടു ദി ക്വസ്റ്റ്യൻ ഇസ് നോട്ട് ക്വയറ്റ് സോ ഡിറക്റ്റ്. അതായത് റെസ്പിറേറ്ററി ഓർഗൻ വെച്ചുള്ള ബ്രീത്തിങ് ഒന്നും കാണിക്കുന്നില്ലെങ്കിലും ആക്ച്വലി പ്ലാന്റ്സ് ബ്രീത്ത് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാ? Plants, unlike animals, have no specialized organs for gaseous exchange, but they have stomata and lenticels for this purpose. NCERT പറയുന്നുണ്ട് അവർക്ക് സ്റ്റൊമേറ്റ, ലീവ്സിൽ കാണുന്ന സ്റ്റൊമേറ്റ അല്ലെങ്കിൽ സ്റ്റെമ്മിൽ കാണുന്ന സ്ട്രക്ചർ കോൾഡ് ലെന്റിസൽസ് ഉണ്ട്. ഈ സ്ട്രക്ചർ വെച്ച് ഒരു ഗേസസ് എക്സ്ചേഞ്ചിന് അഡ്വാൻറ്റേജസ് ആണ് എന്ന് പറഞ്ഞു. ഇനി there are several reasons why plants can get along without respiratory organs. അങ്ങനെ ഒരു വെൽ ഡിഫൈൻഡ് വെൽ ഡെവലപ്ഡ് റെസ്പിറേറ്ററി ഓർഗന്റെ ആവശ്യമില്ല പ്ലാന്റ്സിന്. കാരണം എന്താ? സെവറൽ റീസൺ ഉണ്ട്. അതിൽ ആദ്യത്തെ റീസൺ പറയുന്നത് ഓരോ പ്ലാന്റിന്റെയും പാർട്ടിന് ഓരോ പാർട്ട്, ലൈക്ക് ലീഫ് ആണെങ്കിലും സ്റ്റെം ആണെങ്കിലും എത്ര ഹൈറ്റുള്ള പ്ലാൻ ആണെങ്കിലും അതിന് ഓരോ പാർട്ടും അതിൻ്റെതായ കേസസ് എക്സ്ചേഞ്ച് അവനവൻ തന്നെയാണ് നോക്കി നടത്തുന്നത്. അപ്പം ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് നമ്മൾ നടക്കുന്ന പോലെ ഒരു സർക്കുലേഷനോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസിന്റെ ആവശ്യമില്ല ഒരു പ്ലാന്റിന്റെ പാർട്ടിൽ നിന്ന് മറ്റൊരു പ്ലാന്റിലേക്ക്. കാരണം എന്താ? ലീഫിനിപ്പോ ബ്രീത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലീഫ് സ്റ്റൊമേറ്റ് ഉപയോഗിച്ച് അവിടുന്ന് ഗ്യാസ് വലിച്ചെടുക്കും. ഇനി സ്റ്റെംസിന് വേണമെന്നുണ്ടെങ്കിൽ ലെന്റിസൽസ് ഉപയോഗിച്ച് സ്റ്റെം വലിച്ചെടുക്കും. എല്ലാവരും ഇൻഡിപെൻഡന്റ് ആണ്. അവനവന്റെ കാര്യം നോക്കാൻ ശേഷിയും കഴിവുള്ള ആൾക്കാരാണെങ്കിൽ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് എക്സ്ചേഞ്ചിന്റെ ആവശ്യമില്ല. അതൊന്നാമത്തെ കാര്യം. ഇനി സെക്കൻഡ്, പ്ലാന്റ്സിന് ഒന്നാമത് വലിയ ഗ്രേറ്റ് ഡിമാൻഡ്സ് ഒന്നുമില്ല ഗ്യാസ് എക്സ്ചേഞ്ചിന്. ഗ്യാസ് എക്സ്ചേഞ്ച് നടത്താൻ മാത്രം വലിയ ജോലിയോ അല്ലെങ്കിൽ വലിയ ഫങ്ഷൻസോ ഒന്നുമില്ല. റൂട്ട്സ്, സ്റ്റെംസ് ആൻഡ് ലീവ്സ് റെസ്പൈർ ട്രേറ്റ്സ് ഫാർ ലോവർ ദാൻ ആനിമൽസ് ടു. ആനിമൽസിന്റെ എനർജി റിക്വയർമെന്റിന്റെ വളരെ മടങ്ങ് കുറവാണ് ആക്ച്വലി പ്ലാന്റ്സിന്റെ റിക്വയർമെന്റ്സ്. അപ്പൊ എന്താ? ആകെ ഫോട്ടോസിന്തസിസ് അനദർ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. അത് നമ്മൾ വേറൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഫോട്ടോസിന്തസിസ് എങ്ങനെയാ? ഫോട്ടോസിന്തസിന്റെ സമയത്ത് മാത്രമാണ് ലാർജ് വോള്യൂംസ് ഓഫ് ഗേസസ് എക്സ്ചേഞ്ചിന്റെ ആവശ്യമുള്ളത്. പക്ഷെ അതും തന്നെ ഈച്ച് ലീഫ് ഇസ് വെൽ അഡാപ്റ്റഡ് ടു ടേക്ക് കെയർ ഓഫ് ഇറ്റ്സ് ഓൺ നീഡ്സ്. ഫോട്ടോസിന്തസിന്റെ ആവശ്യമായാലും ഓരോ ലീഫ് അതിന്റെ സ്വന്തം ആവശ്യം നോക്കാൻ നടത്താൻ പറ്റുന്നത് കൊണ്ട് ആരെയും ഗേസസ് എക്സ്ചേഞ്ചിന് ട്രാൻസ്പോർട്ടിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അവൈലബിലിറ്റി, ഇനി ഫോട്ടോസിന്തസിന്റെ സമയത്താണ് കുറച്ച് അധികം ആവശ്യമുള്ളതെന്ന് പറഞ്ഞു.
ഈ സമയത്ത് തന്നെ അവൈലബിലിറ്റി ഓഫ് O2 അതൊരു പ്രശ്നവുമല്ല സെൽസിന്. കാരണം O2 സെല്ലിന്റെ ഉള്ളിൽ തന്നെ റിലീസ്ഡ് ആവുന്നുണ്ട് ആസ് എ ബൈ പ്രോഡക്റ്റ്. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് എടുക്കേണ്ട ആവശ്യമോ അങ്ങനെയും ഇല്ല. അത് വേറൊരു റീസൺ. ഇനി തേർഡ് റീസൺ എന്താന്ന് വെച്ചാൽ ദ ഡിസ്റ്റൻസ് ആൻഡ് ഗ്യാസസ് മസ്റ്റ് ഡിഫ്യൂസ് ഈവൻ ലാർജ് ബൾക്കി പ്ലാന്റ്സ്. ലാർജ് ബൾക്കി പ്ലാന്റ്സിന്റെ കേസസ് എടുത്താലും ഈ ഗ്യാസിനെ ഡിഫ്യൂസ് ചെയ്യുന്ന ഡിസ്റ്റൻസും വലിയ ഒരുപാട് എക്സ്ട്രാ ബിഗ് ഡിസ്റ്റൻസ് ഒന്നുമല്ല. അപ്പൊ അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. ഫോർ വാട്ട്? പ്ലാന്റ്സിന് വെൽ ഡിഫൈൻഡ് ഓർഗൻ സിസ്റ്റം ആവശ്യമില്ല എന്ന് തെളിയിക്കുന്ന മറ്റൊരു പോയിന്റ് ആണ്. അപ്പൊ അങ്ങനെ നമ്മൾ 3 റീസൺസ് പഠിച്ചു എന്തുകൊണ്ട് പ്ലാന്റ്സിന് ഓർഗൻ സിസ്റ്റം വേണ്ട. അത്രയും പഠിച്ചു. ഇനി ഒരു എക്സാമ്പിൾ പറയാണ്. Each living cell in a plant is located quite close to the surface of the plant. This is true for leaves, you may ask, but what about the woody stems and roots? In stems, the living cells are organized into thin layers inside and beneath the bark. They also have openings called lenticels. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. നമ്മൾ വിചാരിക്കും ഇനി വലിയ പ്ലാന്റ്സിനും വലിയ ട്രീസ് പോലത്തെ വലിയ സ്ട്രക്ചേർഡ് പ്ലാന്റ്സിനും ചെറിയ ലീവ്സിനും എങ്ങനെ ഇത് ഓൾറെഡി റിക്വയർമെന്റ്സ് ഡിഫറെന്റ് അല്ലേ എന്ന് ആലോചിക്കാം. പക്ഷെ എന്താ, ലിവിങ് സെൽ ആണെങ്കിലും അവരുടെ ഓപ്പണിങ്സ്, ലെന്റിസെൽസ് എന്ന് പറഞ്ഞ ഓപ്പണിങ് സ്റ്റെമ്മിലുണ്ട്. ഓരോ ലീഫിന്റെ ഓരോ പാർട്ടിനും സ്റ്റോമേറ്റ ഉണ്ട്. അപ്പൊ സ്വന്തം കാര്യം നോക്കി നടത്താൻ കേപ്പബിലിറ്റി ഉണ്ട് എന്നും നമ്മൾ പറഞ്ഞു. ഇനി the complete combustion of glucose which produces CO2 and H2O as end products yields energy, most of which is given out as heat. ഇനി കമ്പഷൻ ഓഫ് ഗ്ലൂക്കോസ് നടത്തി സിമ്പിൾ സാധനം ഗ്ലൂക്കോസ് പോലത്തെ സിമ്പിൾ സ്ട്രക്ചേഴ്സ് നമ്മൾ CC ബോണ്ട് പൊട്ടിച്ച് എനർജി ഉണ്ടാക്കുകയാണ്. എനർജി ഉണ്ടാക്കിയിട്ടും എൻഡ് പ്രോഡക്ട്സ് ഉണ്ടായി കഴിഞ്ഞിട്ടും ഈ എനർജി മോസ്റ്റ്ലി എന്താ, അത് പുറത്തേക്ക് ജസ്റ്റ് ഹീറ്റ് ആയിട്ട് പോവുക ചെയ്യുന്നത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും വലിയ റിക്വയർമെന്റ്സ് ഓഫ് എനർജി ഇല്ല ആക്ച്വലി പ്ലാന്റ്സിന്. ഈ ഫോർമുല ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഫോർമുല തിരിച്ചും മറിച്ചും കൊടുക്കാം. CO2 ഇപ്പുറത്തും അപ്പുറത്തും ഒക്കെ കൊടുത്ത് എനർജി ഇപ്പുറത്ത് ഇതൊരു എക്സോതെർമിക് ആണോ എൻഡോതെർമിക് ആണോ എന്നൊക്കെ ചോദിച്ചു പറഞ്ഞാൽ നമുക്കറിയണം എനർജി ഇസ് റിലീസ്ഡ് ആസ് ഹീറ്റ് ഇൻ ദിസ് പ്രോസസ്. അപ്പൊ നമ്മൾ പറയാൻ അറിഞ്ഞിരിക്കണം എങ്ങനെ ചോദിച്ചാലും. ഇനി നമ്മൾ ആദ്യത്തെ മെയിൻ ടോപ്പിക്കിലേക്ക് പോകണം, ഗ്ലൈക്കോളിസിസ്. ഇത്രയും കാര്യം നമ്മളിപ്പോ ജസ്റ്റ് സമ്മറി പോലെ ബ്രീഫ് ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോയത് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ. ഇനി നമ്മൾ മെയിൻ പ്രോസസ്, ഫസ്റ്റ് പ്രോസസ്സിലേക്ക് കിടക്കാണ് ഗ്ലൈക്കോളിസിസ്. അതിനുമ്പ് എനിക്ക് പറയേണ്ടത് ഓൺ ദ ബേസ് ഓഫ് ഓക്സിജൻ റിക്വയർമെന്റ് റെസ്പിറേഷൻ രണ്ടാക്കി തിരിച്ചു. എയറോബിക് റെസ്പിറേഷൻ, അനഎയറോബിക് റെസ്പിറേഷൻ. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റിന്റെ ബേസിസിൽ നമ്മൾ ഓൾറെഡി റെസ്പിറേഷൻ ഡിവൈഡ് ചെയ്തിരുന്നു. പ്രോട്ടോപ്ലാസ്മിക് റെസ്പിറേഷൻ, ഫ്ലോട്ടിംഗ് റെസ്പിറേഷൻ. പ്രോട്ടോപ്ലാസ്മിക് റെസ്പിറേഷൻ ആരിലാണ് കാണുന്നത്? പ്രോട്ടീൻ. ഫ്ലോട്ടിംഗ് റെസ്പിറേഷൻ കാണുന്നത് കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ഫാറ്റ്സ്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇനി ഇത് അടുത്ത പോയിന്റ് എന്താ, ബേസ് ഓഫ് ഓക്സിജൻ റിക്വയർമെന്റ്. 2 ടൈപ്പ് ഓഫ് റെസ്പിറേഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തു, എയറോബിക് ആൻഡ് അനഎയറോബിക്. പേര് പോലെ തന്നെ എയറോബിക്കിലും അനഎയറോബിക്കിലും എന്ന വ്യത്യാസം. എയറോബിക്കിൽ റിക്വയർസ് ഓക്സിജൻ, അനഎയറോബിക്കിൽ ഓക്സിജന്റെ ആവശ്യമില്ല. ഓക്സിജൻ വേണ്ടത് എയറോബിക്, ഓക്സിജൻ വേണ്ടാത്ത അനഎയറോബിക്. പക്ഷെ റെസ്പിറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ പോയിന്റിലാണ്. ഏത് ജീവിയാണെങ്കിലും വെദർ ഇറ്റ് ഇസ് എയറോബിക് അല്ലെങ്കിൽ അനഎയറോബിക് ഏതായാലും ഒരു കോമൺ സ്റ്റെപ്പ് ഉണ്ട്. അവരുടെ ഫസ്റ്റ് കോമൺ സ്റ്റെപ്പ് ഇസ് കോൾഡ് ഗ്ലൈക്കോളിസിസ്. ഈ ഗ്ലൈക്കോളിസിസ് വെച്ചാണ് അവരുടെ റെസ്പിറേഷന്റെ സ്മോൾ സീരീസ് ഓഫ് സ്റ്റെപ്പ് വൈസ്. ഇതാണ് നമ്മൾ ഓൾറെഡി പഠിച്ച റിയാക്ഷൻസ്. അതിൽ തുടങ്ങുന്ന എങ്ങനെയാണ് ഗ്ലൈക്കോളിസിസ്. അത് ഏത് ഓർഗാൻസിൽ കാണും, ഈവൻ ഇഫ് ഇറ്റ്സ് എയറോബിക് അല്ലെങ്കിൽ അനഎയറോബിക് ആയാലും രണ്ടിലും നമുക്ക് കാണാൻ പറ്റുന്ന പ്രോസസ്സാണ് ഗ്ലൈക്കോളിസിസ്. ഓക്കെ, അത്രയും പഠിച്ചു നമ്മൾ ഗ്ലൈക്കോളിസിന്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. ഗ്ലൈക്കോളിസിന്റെ വേറെ പേര്, ഗ്ലൈക്കോളിസിസ് നല്ല ക്വസ്റ്റ്യൻ, EMP പാത്വേ എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ അത് ഗ്ലൈക്കോളിസിനെയാണ് മെൻഷൻ ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ അതിനാദ്യം എന്താ അറിയണം, EMP പാത്വേയും ഗ്ലൈക്കോളിസും സെയിം സാധനം അറിഞ്ഞിരിക്കണം. ഗ്ലൈക്കോളിസിന്റെ വേറെ പേര് EMP പാത്വേ. ഇതിന് ഡിറൈവ് ചെയ്ത് എങ്ങനെയാ, ഗ്രീക്ക് വേർഡ് നിന്നാണ് ഡിറൈവ് ചെയ്തത്. ഗ്ലൈക്കോസ് എന്ന് വെച്ചാൽ ഷുഗർ, ലൈസിസ് സ്പ്ലിറ്റിംഗ്, ഷുഗറിന്റെ സ്പ്ലിറ്റിംഗ് ഡിനോട്ട് ചെയ്യുന്ന ടേം ആണ് ഗ്ലൈക്കോളിസിസ്, വിച്ച് ഇസ് ഡിറൈവ്ഡ് ഫ്രം ഗ്രീക്ക് വേർഡ്. ഇനി ഈ സ്കീം കണ്ടുപിടിച്ചതാരാ? എംഡൻ മേർഹോഫ് പർണസ്. അതാണ് ഈ
എം പി ഇവർ കണ്ടുപിടിച്ചുകൊണ്ട് ഇതിന് വേറെ പേര് കൊടുത്തു, EMP പാത്വേ എന്ന് കൊടുത്തു. കാരണം എംഡനും മേയർഹോഫും പാർനാസും ഈ സയന്റിസ്റ്റിന്റെ നെയിംസ് ഇമ്പോർട്ടന്റ് ആണ്, അത് അറിഞ്ഞിരിക്കുക, ബൈ ഹാർട്ട് ചെയ്യുക. എംഡൻ, മേയർഹോഫ്, പാർനാസ്. ഇനി ക്രെബ്സ് സൈക്കിൾ, ബാക്കിയുള്ള സൈക്കിൾസ് വരുമ്പോൾ അതിന് അവിടെ ഓരോരോ സയന്റിസ്റ്റിനെ മെൻഷൻ ചെയ്യുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കണം, എന്താ തെറ്റിപ്പോവാണ്ട് ഇരിക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടെ EMP പാത്വേ, EMP ആരാന്ന്. ആൻഡ് in anaerobic organismത്തിൽ this is the only process in respiration. only process ആണ് ഇത്. Glycolysis occurs in the cytoplasm of cell. അപ്പൊ നമുക്ക് സൈറ്റ് കിട്ടി. സൈറ്റ് എന്താ? സൈറ്റോപ്ലാസം. And is present in all living organism. ഇങ്ങനെ ചോദിക്കും, glycolysis is present in all living organism, only aerobes, only anaerobes, both aerobes and anaerobes, none of these. ഇങ്ങനെ ഏത് രീതി ചോദിച്ചാൽ നമ്മൾ പറയണം എല്ലാ ലിവിങ് ഓർഗാനിസംസിലും, ബി ഇറ്റ് എയറോബിക് അല്ലെങ്കിൽ അനേറോബിക് ആയാലും എല്ലാ ഓർഗാനിസംസിലും കാണുന്ന ഒരു പ്രോസസ്സാണ് ഗ്ലൈക്കോളിസിസ്. അത്രയും നമ്മൾ പഠിച്ചു. ഇനി ഇതിന്റെ ഗ്ലൈക്കോളിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്ലൂക്കോസ് വെച്ചാ. നമ്മൾക്ക് ഈ ഡയഗ്രത്തിൽ കാണാൻ പറ്റും ഗ്ലൈക്കോളിസിസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഗ്ലൂക്കോസ് വെച്ചാ. ഇനി ഗ്ലൂക്കോസ് അല്ലാണ്ട്, ഗ്ലൂക്കോസ് ഇസ് എ മോണോസാക്രൈഡ്. ഗ്ലൂക്കോസ് അല്ലാണ്ട് നമുക്ക് വേറെ സബ്സ്ട്രേറ്റ് എന്താ? ഗ്ലൂക്കോസിനെ പോലെ ഫ്രക്ടോസ് ഉണ്ട്, ഫ്രക്ടോസ് ഉണ്ട്. ഇനി ഗ്ലൂക്കോസും ഫ്രക്ടോസും മോണോസാക്രൈഡ്സ്. ഈ മോണോസാക്രൈഡ്സ് വെച്ചും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും നമ്മുടെ പ്രോസസ് ഓഫ് ഗ്ലൈക്കോളിസിസ്. ഇനി നമ്മൾ ചോദിക്കാണ് സൂക്രോസ് വെച്ച് ഗ്ലൈക്കോളിസിസ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇവിടെ NCERT ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്, സൂക്രോസിസ് ഡൈസാക്രൈഡ്. അതൊരു 12 കാർബൺ കമ്പൗണ്ട് ആണ്. 12 കാർബൺ കമ്പൗണ്ട് ആയ ഡൈസാക്രൈഡ് ആണ് സൂക്രോസ്. അപ്പൊ എന്താ, ഈ സൂക്രോസിനെ ആദ്യം ഇൻവേർട്ടേസ് എന്ന് പറഞ്ഞ എൻസൈം വെച്ച് ഗ്ലൂക്കോസ് പ്ലസ് ഫ്രക്ടോസ് ആക്കും. 6 കാർബൺ ഗ്ലൂക്കോസും 6 കാർബൺ ഉള്ള ഫ്രക്ടോസും ആക്കും. ഇനി ഈ ഗ്ലൂക്കോസും ഫ്രക്ടോസും നോർമലി നമ്മുടെ മോണോസാക്രൈഡ്സിന്റെ പാത്വേയിൽ ഇൻക്ലൂഡഡ് ആവുന്ന പോലെ ഈ ഗ്ലൂക്കോസും ഫ്രക്ടോസും ഈ പാത്വേയിലേക്ക് പോയി ഗ്ലൈക്കോളിസിസ് നടക്കും. അപ്പൊ അത്രയും നോക്കി. അപ്പൊ ഞാൻ ഇത്രയും ജസ്റ്റ് ബ്രീഫ് ചെയ്യാൻ വന്ന എന്തൊക്കെ പഠിച്ചു. ഗ്ലൈക്കോളിസിസ് വിച്ച് ഇസ് ഓൾസോ നോൺ ആസ് വാട്ട്? EMP പാത്വേ. ഇറ്റ്സ് എ ഗ്രീക്ക് വേർഡ്. ഗ്രീക്ക് ആണോ ലാറ്റിൻ ആണോ? ഇറ്റ്സ് എ ഗ്രീക്ക് വേർഡ്. ഇനി ഇതിന്റെ വേറെ പേര്, ഇതിന്റെ കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആണ് എംഡൻ, മേയർഹോഫ് ആൻഡ് പാർനാസ്. ഇനി ഇതിന്റെ സബ്സ്ട്രേറ്റ്സ് ആരൊക്കെ ആയിട്ട് വരും? ഗ്ലൂക്കോസ് ആവും, ഫ്രക്ടോസ് ആവും. സൂക്രോസ് ആവാൻ പറ്റുമോ? സൂക്രോസ് ആവണമെങ്കിൽ അതിനെ ആദ്യം ആക്ട് ചെയ്യണം വേറൊരു എൻസൈം, ഇൻവെർട്ടേസ്, ടു കൺവേർട്ട് ഇറ്റ് ഇൻടു ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. എന്നിട്ട് അതിനെ ഈ ഗ്ലൈക്കോളിസിസിലേക്ക് തിരിച്ചുവിടാൻ പറ്റും. ഇത്രയും കാര്യം നമ്മൾ പഠിച്ചു. ഇനി ഫേസ് ഓഫ് ഗ്ലൈക്കോളിസിസ് ഞാൻ വേറെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് സൈഡിൽ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഇറ്റ്സ് എ യൂണിവേഴ്സൽ പ്രോസസ്. എല്ലാ ലിവിങ് ഓർഗാനിസംസിലും ബീറ്റ് എയറോബിക് അല്ലെങ്കിൽ അനേറോബിക് നടക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ത്? ഗ്ലൈക്കോളിസിസ്. പക്ഷെ ഇതൊരു കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് ആണോ? ഈ ഗ്ലൂക്കോസിന്റെ ഈ ഗ്ലൈക്കോളിസിന്റെ ഈ പാത്വേന്റെ താഴെ നമുക്കറിയാം ഇത് ഫൈനൽ പ്രോഡക്റ്റ് എന്താ? പൈറുവിക് ആസിഡാ. പൈറുവിക് ആസിഡ് ആണ് ഇതിന്റെ ഫൈനൽ പ്രോഡക്റ്റ്, അല്ലാണ്ട് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും അല്ലല്ലോ. അപ്പൊ അൺലെസ് ആൻഡ് അൺടിൽ ഇറ്റ്സ് നോട്ട് കൺവേർട്ടഡ് ഇൻടു കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ, അതൊരു കംപ്ലീറ്റ് ഓക്സിഡേഷൻ വിളിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അതിനെ വിളിച്ചെന്ത്? പാർഷ്യൽ ഓക്സിഡേഷൻ. സൈറ്റ് നമ്മൾ പറഞ്ഞു സൈറ്റോപ്ലാസം. ഇനി ഓക്സിജൻ യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? അനേറോബിക്കിലും എയറോബിക്കിലും എല്ലാം നടക്കുന്ന ഒരു യൂണിവേഴ്സൽ പ്രോസസ് ആണ്. അപ്പൊ അനേറോബിക്സിന് ഓൾറെഡി ഓക്സിജൻ യൂസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല. അപ്പൊ അങ്ങനെ നടക്കണമെങ്കിൽ അതിന് ഓക്സിജൻ യൂസ് ഉണ്ടാവാൻ പാടുണ്ടോ? ഇല്ല, ഓക്സിജൻ ഇസ് നോട്ട് യൂസ്ഡ്. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു വെക്കാം. ഇനി ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല് ഫേസസ്. ഇതിന് എത്ര ഫേസസ് ഉണ്ട്? ഗ്ലൈക്കോളിസിസിന് എത്ര ഫേസസ് ഉണ്ട്? ഫേസസ് ആക്ച്വലി 2 ഫേസസ് ആണ് ഉള്ളത്. ഒന്നെന്താ? എനർജി കൺസ്യൂമിങ് ഫേസ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ആക്ടിവേഷൻ ഫേസ്, വേർ എനർജി ഓർ ATP is consumed. അത് ഒന്നാമത്തേത്. ഒന്ന് ATP കൺസ്യൂംഡ് ആവുന്ന ഫേസ്, അത് ഒരു ഫേസ്. ഇനി സെക്കൻഡ് ഫേസ് എന്താ? ATP ഫോം ചെയ്യാണ് അല്ലെങ്കിൽ ATP റിലീസ് ആവാണ്. ATP ഫോംഡ് ആവാനോ കൺസ്യൂംഡ് ആവാനോ എന്നുള്ള ബേസിസിൽ നമുക്ക് 2 ഫേസസ് ഉണ്ട്. ഒന്ന് എനർജി കൺസ്യൂമിങ് ഫേസ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ആക്ടിവേഷൻ ഫേസ് in which ATP is consumed. അടുത്തത് എന്താ? എനർജി എക്സ്ട്രാക്ഷൻ ഫേസ് അല്ലെങ്കിൽ എനർജി ഫോമിംഗ് ഫേസ് where ATP is formed. ഇനി ഇതിന് എത്ര സ്റ്റെപ്സ് ഉണ്ട്? The number of steps in glycolysis. ഇത് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എത്ര സ്റ്റെപ്സ് ഉണ്ട്? 10 സ്റ്റെപ്സ് ഉണ്ട് ഗ്ലൈക്കോളിസിസിന്. എത്ര സ്റ്റെപ്സ് ഉണ്ട്? 10 സ്റ്റെപ്പുള്ള ഒരു യൂണിവേഴ്സൽ പ്രോസസ് ആണ് ഗ്ലൈക്കോളിസിസ്. ഇനി ഈ എനർജി കൺസ്യൂമിങ് പ്രോസസ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ആക്ച്വലി ടേബിൾ ആണ്. അപ്പൊ എനർജി കൺസ്യൂമിങ് പ്രോസസ് എത്രയുണ്ട്? ഇതിന്റെ ഫസ്റ്റ് ടു തേർഡ് സ്റ്റെപ്സ്
ആദ്യത്തെ 1, 2, 3 ആ 3 സ്റ്റെപ്പും എനർജി കൺസ്യൂം ചെയ്യുന്ന ഫേസ് ആണ്. പക്ഷെ ബാക്കിയുള്ള 10 സ്റ്റെപ്പാണ് 3 കൺസ്യൂംഡ് ആണ്. അപ്പൊ ബാക്കി റിമൈനിങ് 7 സ്റ്റെപ്സ് എങ്ങനെ ATP ഫോം ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മൾ അത്രയും കാര്യങ്ങൾ പഠിച്ചു. ഇനി ഒരു കാര്യങ്ങളും ഉണ്ട്. ഇത് റിവേഴ്സിബിൾ ആണോ ഇറിവേഴ്സിബിൾ ആണോ എന്ന് ചോദിക്കും. ഇതിലെ 10 സ്റ്റെപ്പില് ഏതൊക്കെയാണ് റിവേഴ്സിബിൾ ഏതൊക്കെയാണ് ഇറിവേഴ്സിബിൾ എന്ന് വെച്ചാൽ നമുക്ക് അറിഞ്ഞിരിക്കണം. ഇതിലത്തെ ഇറിവേഴ്സിബിൾ ആയ സ്റ്റെപ്സ് ഏതൊക്കെയാ? ഫസ്റ്റ്, തേർഡ്, 10th, 1, 3, 10 ഈ 3 കാര്യങ്ങൾ, ഈ 3 സ്റ്റെപ്സ് ആണ് ഇറിവേഴ്സിബിൾ. അതും അറിഞ്ഞിരിക്കാം. ബാക്കി എല്ലാ സ്റ്റെപ്സും എങ്ങനെയാ? റിവേഴ്സിബിൾ. ബാക്കിയെല്ലാം റിവേഴ്സിബിൾ ആണ്. പക്ഷെ 1, 3 and 10 മാത്രം ഇറിവേഴ്സിബിൾ ആണ്. അപ്പൊ ഫേസസ് 2 ഉണ്ടെന്ന് പഠിച്ചു. 1 to 3 എനർജി കൺസ്യൂമിങ് ഫേസ് ആണ്. ബാക്കി 7 സ്റ്റെപ്സ് എനർജി ഫോമിങ് അല്ലെങ്കിൽ എനർജി എക്സ്ട്രാക്ഷൻ ഫേസ് ആണ്. നമ്പർ ഓഫ് സ്റ്റെപ്സ് എത്രയുണ്ട്? 10 സ്റ്റെപ്പ് ഉണ്ട്. ഇതിൽ റിവേഴ്സിബിൾ ഏതാ ഇറിവേഴ്സിബിൾ ഏതാ? ഇറിവേഴ്സിബിൾ 1, 3, 10. റെസ്റ്റ് ബാക്കിയെല്ലാം റിവേഴ്സിബിൾ. ഇത്രയും കാര്യങ്ങൾ നമ്മളൊരു ബ്രീഫ് ഓൾറെഡി കണ്ടുകഴിഞ്ഞു. ഇനി എന്താ, നമ്മൾ ഫേസ് 1ലേക്ക് പോവാണ്. ഫേസ് 1 എങ്ങനെയാ? ഫേസ് 1 ആദ്യം വന്ന എനർജി കൺസ്യൂമിങ് ഫേസ് ആണ്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാ? ഇതിന്റെ ആദ്യത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ ടേബിൾ ഓർത്തു വെക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഞാനൊരു ന്യൂമോണിക് ആദ്യം പറയുന്നതാണ്. ന്യൂമോണിക് എന്താന്ന് വെച്ചാല് ഗുഡ് ഗേൾ ഫ്രണ്ട് ഫിൽ ഗ്ലാസ് daily by 3 pg and 2 pg and play ping pong and ludo. നമുക്കറിയാം എത്ര സ്റ്റെപ്പ് ഉണ്ട്? 10 സ്റ്റെപ്പ് ഉണ്ടെന്ന് അറിയാം. അപ്പൊ 10 സ്റ്റെപ്പ് ഉണ്ട്. ഇതിലെ ഓരോ സ്റ്റെപ്പിന്റെ ഓരോ സാധനങ്ങൾ ഏതാണ്? ഗുഡ് ഗേൾ ഫ്രണ്ട് ഫിൽ ഗ്ലാസ് ഡെയിലി ബൈ 3 pg and 2 pg and play ping pong and ludo. ഇതിൽ ഗുഡ് എന്താ? ഗുഡ് സ്റ്റാൻഡ്സ് ഫോർ ഗ്ലൂക്കോസ്. ഗേൾ എന്താ? ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആണ് ഗേൾ. ഫ്രണ്ട് എന്താ? ഫ്രണ്ട് F വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ്. അപ്പൊ ഫ്രണ്ട് എന്തായി? ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആയി. ഇനി ഫില്ല് നമുക്കറിയാം 2 L ഉണ്ട്. ഈ ഫില്ലാണോ ഫ്രണ്ടാണോ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ്, ഫ്രക്ടോസ് 1 ബിസ് ഫോസ്ഫേറ്റ് എന്ന് കൺഫ്യൂഷൻ ആവാനും നമുക്കറിയാം ഫില്ലിൽ 2 L ഉണ്ട്. അപ്പൊ ഇതിന് എത്ര ഫോസ്ഫേറ്റ് ഉണ്ടാവും? ഇതിന് 2 ഫോസ്ഫേറ്റ് ഉണ്ടാവും. അപ്പൊ ഫ്രക്ടോസ് 1 ഫോസ്ഫേറ്റ് ഫില്ലിന്റെ കൂടെ വരും. ഇനി ഗ്ലാസ് എന്താ? ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ആണ് ഗ്ലാസ്. ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് സ്റ്റാൻഡ്സ് ഫോർ ഗ്ലാസ്. ഇനി ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ്. ഇതാണ് ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് ആണ് ഡെയിലി. അത്രയും പഠിച്ചു. ഇനി ബൈ എന്താ? അടുത്ത ന്യൂമോണിക് ബൈ ആണ്. അത് 1,3 ബിസ് ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ആണ്. അപ്പൊ ബൈ സ്റ്റാൻഡ്സ് ഫോർ വാട്ട് എന്ന് പറഞ്ഞു? 1,3 ബിസ് ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ്. ഇനി 3 pg എന്താ? 3 ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ്. 2 pg 2 ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ്. പ്ലേ എന്താ? ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ്. ഇതാണ് പ്ലേ. ഇനി പിങ് പോങ് എന്താ? പിങ് പോങ് പൈറുവേറ്റ് ആണ്. ലൂഡോ എന്ന് പറയുന്നത് ലാക്ടേറ്റ് ആണ്. ചില കേസസിൽ പൈറുവേറ്റ് ഉണ്ടാവും, ചില കേസസിൽ ലാക്ടേറ്റ് ഉണ്ടാവും. അപ്പൊ അതിന്റെ ബേസിലാണ് ഇവിടെ ഓൾറെഡി പൈറുവേറ്റ് ഉണ്ടാകുന്നത് കാണിച്ചിട്ടുള്ളൂ ഈ ടേബിളിൽ. അപ്പൊ ചില കേസിൽ പൈറുവേറ്റ് ഉണ്ടാവും. ഈ പൈറുവേറ്റ് ചിലപ്പോൾ ലാക്ടിക് ആസിഡും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോ എന്താ പറ്റുക? നമ്മൾ എന്ത് പറഞ്ഞു? ന്യൂമോണിക് കണ്ടു. ന്യൂമോണിക് എന്താ? അതിന്റെ എന്താ സാധനം കണ്ടു? ഗുഡ്. ഞാൻ ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാം. ഗുഡ് ഗേൾ ഫ്രണ്ട് ഫിൽ ഗ്ലാസ് ഡെയിലി ബൈ 3 pg and 2 pg and play ping pong and ludo. ഇതൊരു 10 പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുക. ആൻഡ് ഈ ഗുഡ് സ്റ്റാൻഡ്സ് ഫോർ ഗ്ലൂക്കോസ്, ഗേൾ സ്റ്റാൻഡ്സ് ഫോർ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്, ഫ്രണ്ട് എന്താ? ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ്, ഫിൽ ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ്. 2 L ഉണ്ട്, അതുകൊണ്ട് തന്നെ 2 ഫോസ്ഫേറ്റ് ഉള്ള പോലെ ആലോചിക്കുക. ഗ്ലാസ് എന്താ? ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റ്. ഡെയിലി DHAP അല്ലെങ്കിൽ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ്. ബൈ എന്താ? 1,3 ബിസ് ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്. 3 pg 3 ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്. 2 pg 2 ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്. പ്ലേ എന്താ? ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ്. പിങ് പോങ് പൈറുവിക് ആസിഡ്. ലൂഡോ ലാക്ടേറ്റ്. അപ്പൊ ന്യൂമോണിക് കണ്ടു, ആ ടേബിൾ കണ്ടു. ഇനി നമ്മൾ ആദ്യം ഈ സൈക്കിൾ ഒന്ന്
എക്സ്പ്ലെയിൻ ചെയ്യാം. ഗ്ലൂക്കോസ് നമുക്കറിയാം 6 കാർബണുള്ള ഒരു സ്ട്രക്ചറാണ് ഗ്ലൂക്കോസ്. അതിന്റെ ഒരു സൈക്ലിക്കൽ സ്ട്രക്ചർ ഒക്കെ ഉണ്ട്. ആ സ്ട്രക്ചർ നമ്മൾ ബയോകെമിസ്ട്രിയിൽ പഠിക്കുന്നതാണ്. എന്താ ഗ്ലൂക്കോസ് എന്ത് ചെയ്തു, ഗ്ലൂക്കോസിനെ ആദ്യം ഫോസ്ഫോറൈലേറ്റ് ചെയ്യാണ്. എങ്ങനെ എന്ത് ചെയ്യാണ്, ആക്ടിവേറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ ഫോസ്ഫോറൈലേറ്റ് ചെയ്യാണ്. എ ടി പിന്റെ സഹായം ഉപയോഗിച്ച് എ ടി പിനെ യൂട്ടിലൈസ് ചെയ്ത് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഉണ്ടാക്കി. ഇനി ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ എങ്ങനെയാന്ന് വെച്ചാൽ ആ സ്ട്രക്ചറിൽ ഒരു കാർബൺ മാത്രമേ റിങ്ങിന്റെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നുള്ളൂ. ആ കാർബണിൽ നമുക്കൊരു എന്ത് ചെയ്യാൻ പറ്റും, ഫോസ്ഫേറ്റിനെ കയറ്റാൻ പറ്റും. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, ഇനി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഒരു കാർബണ് 6 കാർബണിന് പുറത്തുണ്ടായിരുന്നുള്ളൂ, അവിടെ ഒരു ഫോസ്ഫേറ്റ് കയറ്റി. ഇനി കാർബൺ ഒന്നും പുറത്തില്ല, നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അപ്പൊ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഫ്രക്ടോസിന്റെ സ്ട്രക്ചറിൽ 2 കാർബൺ പുറത്തുണ്ട്. ആ അപ്പൊ ഗ്ലൂക്കോസിനെ ഫ്രക്ടോസ് ആക്കാൻ പറ്റിയ എന്താ പറ്റുക, ഐസോമറൈസ് ചെയ്ത് ഗ്ലൂക്കോസിനെ ഫ്രക്ടോസ് ആക്കാൻ പറ്റിയ എന്താ പറ്റുക, ഫ്രക്ടോസിന് 2 കാർബൺ സൈക്ലിക്കൽ സ്ട്രക്ചറിന്റെ പുറത്തുണ്ട്. അപ്പൊ എന്താ രണ്ടും ഫോസ്ഫോറൈലേറ്റ് അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ആക്ടിവേഷൻ ആണല്ലോ നമ്മുടെ മെയിൻ എന്താ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ ഫോസ്ഫോറൈലേറ്റ് ചെയ്യണമെങ്കിൽ എന്താ 2 കാർബൺ പുറത്തെത്തിക്കണം. അപ്പൊ അതിനെ ഗ്ലൂക്കോസിനെ ഫ്രക്ടോസ് ആക്കണം. അപ്പൊ നമ്മൾ ആദ്യം ഗ്ലൂക്കോസിനെ ഫോസ്ഫോറൈലേറ്റ് ചെയ്ത് എന്താക്കി, ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഉണ്ടാക്കി. ഇനി ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് നമ്മൾ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആക്കി. എന്തുകൊണ്ട് 2 കാർബണാണ് ഫ്രക്ടോസിന്റെ സ്ട്രക്ചറിൽ പുറത്ത്. അങ്ങനെ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആക്കാൻ പറ്റിയാൽ അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും എ ടി പി ഉപയോഗിച്ച് ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് ഉണ്ടാക്കാം. അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. അതുകൊണ്ട് നമ്മൾ പിന്നെ ഫോസ്ഫോറിലേറ്റ് ചെയ്ത് ഇത്രയാക്കി. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താന്ന് വെച്ചാൽ അതിന്റെ ഏത് എൻസൈമാണ്, ഫസ്റ്റ് സ്റ്റെപ്പിൽ ഏത് എൻസൈമാണ്, ഹെക്സോകൈനേസ് എന്ന എൻസൈമിന്റെ സഹായത്തിലാണ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആക്കുന്നത്. അതിന് ഏത് കോഫാക്ടർ അല്ലെങ്കിൽ അതിന് ഏത് മിനറൽ ആണ് ഉപയോഗിക്കുന്നത്, Mg2+ന്റെ സഹായത്തോടെ ഹെക്സോകൈനേസ് എന്ന എൻസൈം ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആക്കി വിത്ത് ഹെൽപ്പ് ഓഫ് അല്ലെങ്കിൽ ബൈ ദ കൺസംഷൻ ഓഫ് 1 ATP ആണ്. അപ്പൊ അതില് ഡൈഫോസ്ഫേറ്റ് ഒരു ഫോസ്ഫേറ്റ് അവിടെ പോയി ഗ്ലൂക്കോസ് ചെന്നിരുന്നു. ഗ്ലൂക്കോസിന്റെ സൈക്കിളിന്റെ പുറത്തുള്ള കാർബണിന്റെ കൂടെ പോയി ഫോസ്ഫോറൈലേറ്റ് ചെയ്തു. ഇത്രയും കാര്യം പഠിച്ചു. ഇനി ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആണെങ്കിൽ ഐസോമറേസ് എന്ന് പറയും, ഫോസ്ഫോ ഗ്ലൂക്കോ ഐസോമറേസ്. അപ്പൊ ആ എൻസൈം നമ്മൾ കണ്ടു, ഫോസ്ഫോ ഗ്ലൂക്കോ ഐസോമറേസ് ഉപയോഗിച്ച് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആക്കി. ഇനി ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റിനെ ഈസിലി നമുക്ക് ഒന്നും കൂടി ഫോസ്ഫോറൈലേറ്റ് ചെയ്ത് ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് ആക്കാം. അത് ഏത് എൻസൈമാ, phosphofructokinase. This is one of the most important enzyme in this whole reaction. അപ്പൊ phosphofructokinase വെച്ച് നമ്മൾ ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് ഉണ്ടാക്കി. ഇനി ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റിന് ഇതുവരെ നമ്മൾ നോക്കിയപ്പോ എന്താ, ഇതുവരെ എത്ര ATP ഉപയോഗിച്ചാൽ നമ്മൾ ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് വരെ ഉണ്ടാക്കിയത്? നമുക്കറിയാം ഫസ്റ്റ് ആൻഡ് തേർഡ് സ്റ്റെപ്പില് നമ്മൾ ഓരോ ATP വീതം ഉപയോഗിച്ചു. അപ്പൊ 2 ATP കൺസ്യൂംഡ് ആയി ഇതുവരെയുള്ള കേസസ്. അപ്പൊ phase 1 ഇവിടെ കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളതാണ് phase 2 അല്ലെങ്കിൽ എനർജി പ്രൊഡ്യൂസിങ് അല്ലെങ്കിൽ എനർജി എക്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ എനർജി ഫോമിങ് ഫേസ്. phase 1 കഴിഞ്ഞ് ഇനി phase 2ലേക്ക് കടക്കാണ്. ഈ ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് ക്ലീവേജ് നടക്കാണ്. ഇവർ ക്ലീവ് ചെയ്ത് രണ്ട് കമ്പൗണ്ട്സ് ആവും. ഒന്ന് ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് അഥവാ ട്രയോസ് ഫോസ്ഫേറ്റ്. ആ പേര് ഇമ്പോർട്ടന്റ് ആണ്. ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റിന്റെ വേറെ പേരാണ് ട്രയോസ് ഫോസ്ഫേറ്റ്. ആൻഡ് ഈ ക്ലീവേജ് എന്തും കൂടിയാണ്, ഈ ക്ലീവേജ് റിവേഴ്സിബിൾ ആണ്. നമ്മൾ ഓൾറെഡി നേരത്തെ റിവേഴ്സിബിൾ പറഞ്ഞപ്പോ ഇറിവേഴ്സിബിൾ 10 സ്റ്റെപ്സിൽ 3 സ്റ്റെപ്സ് ആണ് ഇറിവേഴ്സിബിൾ ആണെന്ന് പറഞ്ഞത്. അത് ഏതൊക്കെ 3 സ്റ്റെപ്സ് ആണ്? 1, 3, 10. 1, 3, 10 ആണ് റിവേഴ്സിബിൾ. ബാക്കിയൊക്കെ റിവേഴ്സിബിൾ ആണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഈ സ്റ്റെപ്പ് ഏതാ? ഈ സ്റ്റെപ്പ് റിവേഴ്സിബിൾ ആണ്. ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റിന്റെ ക്ലീവേജ് നടക്കാണ്. ക്ലീവേജ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഏത് എൻസൈം? ആൽഡോലേസ് വെച്ച് ക്ലീവ് ചെയ്ത് ഒരു ആൽഡിഹൈഡും ഒരു കീറ്റോണും ഉണ്ടാവണം. ഒരു ആൽഡിഹൈഡും ഒരു കീറ്റോൺ. ഇതിൽ കീറ്റോൺ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ്, പിന്നെ ഇതിന്റെ ആൽഡിഹൈഡ് ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റ്. ഇത് രണ്ടിനും 3 കാർബൺ കാരണം ക്ലീവേജ് ചെയ്ത് സ്പ്ലിറ്റ് ആവുക ചെയ്ത് ഒരു 6 കാർബൺ കമ്പൗണ്ട് 2 3 കാർബൺ കമ്പൗണ്ട്സ് ആയി. ഇത്രയും കഴിഞ്ഞ് 2 3 കാർബൺ കമ്പൗണ്ട്സ് ആയി. ഇനി ആൽഡിഹൈഡിന് ബാക്കിയുള്ള സ്റ്റെപ്പ് അണ്ടർഗോ ചെയ്യാൻ ഈസിയാണ്. പക്ഷെ കീറ്റോണിന് എന്താ പറ്റുക? കീറ്റോൺ സ്റ്റക്ക് ആയി പോകും. ഇനി ഇതിന് മുമ്പോട്ട് ഒന്നും ചെയ്യാനില്ല. അപ്പൊ ഇത് പതുക്കെ റിവേഴ്സിബിളി എന്ത് തന്നെയാവും? ഈ കീറ്റോണും കൂടി മറ്റേ ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞ സാധനമാവും. അപ്പൊ നമുക്ക് ആക്ച്വലി ഈ സ്റ്റെപ്പിന്റെ എൻഡിൽ എന്ത് കിട്ടി? 2 മോളിക്യൂൾസ് ഓഫ് 3 PGAL തന്നെയാണ് കിട്ടിയത്. 3 ഫോസ്ഫോ ഗ്ലിസറാൽഡിഹൈഡ് അല്ലെങ്കിൽ ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് 2 മോളിക്യൂൾസ് ആണ് ഈ സ്റ്റെപ്പിന്റെ അവസാനം നമുക്ക് കിട്ടിയത്.
ഇനി അതിന് എത്ര കാർബൺ, ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് എത്ര കാർബൺ കമ്പൗണ്ടാ? 3 കാർബൺ. ഇനി കീറ്റോണിന് എത്ര കാർബൺ ആണെന്ന് വെച്ചാൽ നമുക്കറിയാം ക്ലീവേജ് നടന്നാ ഉണ്ടായത് 6 കാർബൺ ഈക്വലി ക്ലീവ് ആയി. അപ്പൊ 3 കാർബൺ അല്ലേ ഉണ്ടാവുക. അപ്പൊ എത്ര കാർബൺ ആണെന്ന് വെച്ചാൽ 3 കാർബൺ എന്ന് പറയാൻ അറിഞ്ഞിരിക്കണം. ഇനി ഈ സ്റ്റെപ്പില് ഈ കീറ്റോൺ ആൽഡിഹൈഡ് ആയത് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഏത് എൻസൈമാ? ഐസോമറേസ്. ഐസോമറേസിന്റെ സഹായത്തോടുകൂടി ആ കീറ്റോണും കൂടി ആൽഡിഹൈഡ് ആയി ബാക്കിയുള്ള സ്റ്റെപ്പ് അണ്ടർഗോ ചെയ്യും. ബാക്കിയുള്ള സ്റ്റെപ്പ് എങ്ങനെയാ? ഇനി ഈ ട്രയോസ് ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ഒരു ഇനോർഗാനിക് ഫോസ്ഫേറ്റിന്റെ സഹായത്തോടെ, അതൊരു ATPയുടെ സഹായമല്ല, ഒരു ഇനോർഗാനിക് ഫോസ്ഫേറ്റിന്റെ സഹായത്തോടു കൂടി ഒരു NAD+ എന്ന് പറഞ്ഞ ഓക്സിഡൈസിങ് ഏജന്റിന്റെ സഹായത്തോടുകൂടി, ഓക്സിഡൈസിങ് ഏജന്റ് എന്താ ചെയ്യാ? മറ്റുള്ളവർ ഓക്സിഡൈസ് ആയി സ്വയം റെഡ്യൂസ് ആവും. അല്ലെങ്കിൽ ആ സ്റ്റെപ്പിന് വേറൊരു പേരും പറയാം. എന്ത് പറയാം? ഡീഹൈഡ്രോജനേഷൻ എന്ന് പറയാം. കാരണം ഓക്സിഡൈസിങ് ഏജന്റ് വന്ന് മറ്റുള്ളതിനെ ഓക്സിഡൈസ് സ്വയം റെഡ്യൂസ് ആവണമെങ്കിൽ സ്വയം റെഡ്യൂസ് ആവാൻ അതിനൊരു ഹൈഡ്രജൻ കിട്ടണം. അപ്പോൾ ആക്ച്വലി സബ്സ്ട്രേറ്റിൽ നിന്നാണ് നമ്മൾ ഈ ഹൈഡ്രജൻ കൊടുക്കുന്നത്. സബ്സ്ട്രേറ്റ് ഹൈഡ്രജൻ കൊടുത്ത് ഇത് ഓക്സിഡൈസിങ് ഏജന്റിനെ റെഡ്യൂസ്ഡ് ആക്കുന്നത് കൊണ്ട് അതൊരു ഡീഹൈഡ്രോജനേഷൻ സ്റ്റെപ്പ് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് അതിനെ ഓക്സിഡേഷൻ ഓഫ് PgAl എന്നും പറയാം. ഓക്സിഡേഷൻ ഓഫ് PgAl നടക്കാണ്, അല്ലെങ്കിൽ ഡീഹൈഡ്രോജനേഷൻ നടക്കാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എന്ത്? NAD+ എന്ന് പറഞ്ഞ ഓക്സിഡൈസിങ് ഏജന്റ്. NAD+ എന്ന ഓക്സിഡൈസിങ് ഏജന്റിന്റെ ഹെൽപ്പോട് കൂടി എന്ത് അവിടെ ആ സ്റ്റെപ്പ് നടന്ന് ഇനോർഗാനിക് ഫോസ്ഫേറ്റിന്റെ സഹായത്തോടു കൂടി നമുക്ക് എന്ത് കിട്ടും? ട്രയോസ് ബിസ്ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ 1,3-ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് കിട്ടും. അത് എത്ര കിട്ടും? 2 എണ്ണം കിട്ടും. നമുക്കറിയാം ആ കീറ്റോൺ കൂടി ആൽഡിഹൈഡ് ആയിട്ട് പിന്നെ ഈ സ്റ്റെപ്പ് ഒന്നുകൂടി അണ്ടർഗോ ചെയ്യുമ്പോൾ 2 പ്രാവശ്യം. അപ്പൊ ഈ സ്റ്റെപ്പിൽ ആക്ച്വലി എത്ര NAD+ ആണ് ഉപയോഗപ്പെടുന്നത്? 2 NAD+ ആണ്. കാരണം ഒന്ന് ആദ്യം ഉണ്ടായ ട്രയോസ് ഫോസ്ഫേറ്റിനെ കൺവേർട്ട് ചെയ്യാൻ, ഒന്ന് ആദ്യം കീറ്റോൺ ആയിട്ട് പിന്നെ കീറ്റോൺ ഐസോമറേസ് വെച്ച് ആൽഡിഹൈഡ് ആവുന്ന അതിനെ കൂടെ കൺവേർട്ട് ചെയ്യാൻ നമുക്ക് 2 NAD+ ആവശ്യം വന്നു. ഇനി നമ്മൾ ആലോചിക്കുകയാണ് ഈ NADH+H+ ഇവിടെ ആയി എന്ന് കാണിക്കുന്നത് ഇതിനെന്താ ഉപയോഗം? ഇത് വെറുതെ ഇരിക്കാനോടെ അല്ല. അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം പഠിക്കും. നമുക്ക് പറയും ഇതിൽ നിന്ന് ഈ സാധനം പോയി ഈ NADH+H+ പോയി ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ പോയിട്ട് അതൊരു 6 ATP ഉണ്ടാക്കുന്നുണ്ട്. ഒരു യൂസ്ലെസ് ലൈഫ് അല്ല NADH+H+ന്റെ. അതിന് വേറെ ഫംഗ്ഷൻ ഉണ്ട്. പോയി ETS പോയി പങ്കെടുത്ത് 6 ATP ഉണ്ടാക്കാനുള്ള ഒരു ഫംഗ്ഷൻ കൂടി ഉണ്ട്. ഇത്രയും കാര്യം നമ്മൾ പഠിച്ചു. ഇനി NCERT ഒരു കാര്യം കൂടി ഇമ്പോർട്ടന്റ് ആയി പറയുന്നുണ്ട്. ഈ ഗ്ലൈക്കോളിസിന്റെ ഈ കൂട്ടത്തിൽ 2 redox equivalents are removed in the form of 2 hydrogen atoms. ഇതിൽ ഈ സ്റ്റേറ്റ്മെന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി 1 redox equivalent വേണം, അല്ലെങ്കിൽ in the form of 1 hydrogen atom, അല്ലെങ്കിൽ in the form of 4 hydrogen atom എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ തെറ്റാണ്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ 2 redox equivalents വേണം. എന്തിനും? ഒരു മോളിക്യൂൾ ഓഫ് PgAlനെ ഡീഹൈഡ്രോജനേറ്റ് ചെയ്യാൻ 2 redox equivalents വേണം. ഒരു മോളിക്യൂൾ ഓഫ് PgAlനെ ഡീഹൈഡ്രോജനേറ്റ് ചെയ്യാൻ എന്ത് വേണം? 2 മോളിക്യൂൾ ഓഫ് അല്ലെങ്കിൽ 2 redox equivalents വേണം. അപ്പൊ നമുക്കറിയാം ഇവിടെ ആക്ച്വലി 2 മോളിക്യൂൾസ് ഓഫ് PgAl ഉണ്ട്. അപ്പൊ എത്ര redox equivalents വേണം? redox equivalent നമ്മൾ പറയുന്നത് എന്തിന്റെ നമ്പറിന്റെ ബേസിസിലാണ്? ഇൻ ദ ഫോം ഓഫ് 2 ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിന്റെ ബേസിസിലാണ് നമ്മൾ redox equivalents പറയുന്നത്. അപ്പൊ നമുക്കറിയാം NAD+, NADH+H+ ആവണമെങ്കിൽ 2 ഹൈഡ്രജൻ ആറ്റം അഥവാ 2 redox equivalents. 2 redox equivalents പോവാണല്ലോ. 2 redox equivalents are required. അപ്പൊ നമുക്ക് ഒരു PgAlന് 2 redox വേണം. അപ്പൊ ഇതിൽ 2 redox വേണം. 4 redox equivalents വേണം. അതൊരു അടുത്ത പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. എത്ര redox equivalents are required to carry out the whole ഒരു one turn ഓഫ് ഹോൾ ഇത് നടക്കണമെങ്കിൽ എത്ര redox equivalents വേണം എന്നാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. സ്പ്ലിറ്റ് ആയി DHAPയും കൂടി എന്താ PgAl ആവുന്നുണ്ട്. അപ്പൊ PgAl ആക്ച്വലി നമുക്ക് 2 മോളിക്യൂളാണ് കിട്ടുന്നത്. അപ്പൊ ഒരു ടേൺ കംപ്ലീറ്റ് ആണെങ്കിൽ 2 PgAലും യൂട്ടിലൈസ് ആവണ്ടേ? ഈ 2 PgAലും യൂട്ടിലൈസ് ആവാൻ ഒന്നിന് 2 redox equivalent അല്ലെങ്കിൽ 2 ഹൈഡ്രജൻ ആറ്റം ആവശ്യമുണ്ട്. അപ്പൊ 2 PgAlന് എത്ര redox equivalent ആവശ്യമുണ്ട്? 4. അപ്പൊ ടോട്ടൽ 4 redox equivalents are removed for 2 molecules of PgAl with the help of oxidizing agent NAD+. ഇത്രയും കാര്യം നമ്മൾ പഠിച്ചു. ഇനിയാണ് അടുത്ത മെയിൻ സ്റ്റെപ്പ്. അടുത്ത മെയിൻ സ്റ്റെപ്പിൽ എന്താ പറ്റുന്നത്? ഈ 1,3-ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആയി ആൽഡിഹൈഡ് പതുക്കെ ഓക്സിഡൈസ് ആയി ആസിഡായി, ആൽഡിഹൈഡ് ആസിഡായി. ഇനി ഇതിൽ നിന്ന് നമുക്ക് പതുക്കെ ഒരു ATP ഫോമിങ്
ഫേസിലേക്ക് കടക്കാണ്. ഈ ATP ഫോമിംഗ് ഫേസ് എന്ന് വെച്ചാൽ എന്താ? ATP ഫോമിംഗ് ഫേസ് എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു. ഇത് എനർജി എക്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ എനർജി ഫോമിംഗ് ഫേസ് ആണ്. അപ്പൊ എന്താ, ഈ ഒരു പെർ മോളിക്യൂളില് 1,3 ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്, 2 ഫോസ്ഫോ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഒരു ഫോസ്ഫേറ്റിനെ വിട്ടു കൊടുക്കണം. ഒരു ഫോസ്ഫേറ്റിന് വിട്ടുകൊടുത്ത് 3 ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആയി. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ, ആ തേർഡ് പൊസിഷനിലെ ഫോസ്ഫേറ്റ് പതുക്കെ വന്ന് സെക്കൻഡ് പൊസിഷനിൽ വന്നിരിക്കുകയാണ്. അപ്പൊ 3 ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് എന്തായി? 2 ഫോസ്ഫോഗ്ലിസറേറ്റ് ആയി. ഇനി 2 ഫോസ്ഫോഗ്ലിസറേറ്റ് ഒരു വെള്ളം പുറത്തേക്ക് വിട്ട് അല്ലെങ്കിൽ ഡീഹൈഡ്രേറ്റ് ആയിട്ട് ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് ആയി. ഇനി ഈ ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് എന്താ ചെയ്യാം? ഈ ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് എന്താ ചെയ്യാ? ഈ ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് ഒരു ADPനെ ATP ആക്കും. അതായത് ഇതിലുള്ള ഒരു ഫോസ്ഫോ ഗ്രൂപ്പും കൂടി ATPന്റെ ഫോർമേഷന് ഹെൽപ്പ് ചെയ്ത് അത് പൈറുവിക് ആസിഡ് ആവും. അപ്പൊ ഇതാണ് ഇതിന്റെ ഫൈനൽ സ്റ്റെപ്പ്. അപ്പൊ 10 സ്റ്റെപ്പ് ഉണ്ടെന്ന് ഡിസ്കസ് ചെയ്തു, 2 ഫേസസിലാണ് നടക്കുന്നതെന്ന് ഡിസ്കസ് ചെയ്തു, ഏതൊക്കെ ഇറിവേഴ്സിബിൾ ആണ് ഡിസ്കസ് ചെയ്തു, ഏതൊക്കെ ബാക്കി 7 റിവേഴ്സിബിൾ ആണ്. 1, 3, 10 ഈ 3 സ്റ്റെപ്പാണ് ഇറിവേഴ്സിബിൾ. പിന്നെ ആ സ്റ്റെപ്സ് കണ്ടു, അതിന്റെ യൂട്ടിലൈസ് ആവുന്ന എത്ര ATP യൂട്ടിലൈസ് ആവുന്നുണ്ട്, എത്ര ATP ഉണ്ടാവുന്നുണ്ട്, ഇതൊക്കെ കണ്ടു. ഇനി എന്താന്ന് പറഞ്ഞാല് ഇനി എൻസൈംസ് വന്നിട്ടില്ല. ഈ എൻസൈംസ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് ഫൈനലി പൈറുവിക് ആസിഡ് ആവുമല്ലോ. ഈ ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് പൈറുവിക് ആസിഡ് ആവുന്നത് എന്താ? അതൊരു സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ ആണ്. ഇതിൽ ആക്ച്വലി 2 സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ ഉണ്ട്. ഒന്നാമത്തെ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറേഷൻ അറ്റ് ദ ലെവൽ ഓഫ് ഈ 1,3 ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് 3 ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആവുന്നതാണ് ഫസ്റ്റ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ, അല്ലെങ്കിൽ ATP ഉണ്ടാവുന്ന ഫോം. സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ, സബ്സ്ട്രേറ്റിനെ ഉപയോഗിച്ച് നമ്മൾ അല്ലെങ്കിൽ ADPനെ ഫോസ്ഫോറൈലേറ്റ് ചെയ്ത് ATP ഉണ്ടാക്കാനും വിത്ത് ഹെൽപ്പ് ഓഫ് ഏത് സബ്സ്ട്രേറ്റ് എന്നുള്ള ഫോസ്ഫേറ്റ് ഉപയോഗിച്ച്. അപ്പോൾ ആദ്യം ATP ഉണ്ടാക്കിയ സ്റ്റെപ്പ് ഏതാണെന്ന് നമുക്കറിയാം, സെക്കൻഡ് ATP ഉണ്ടാക്കിയത് ഏതാണെന്നറിയാം. അപ്പൊ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫേറ്റ് ഉണ്ടെന്ന് പഠിച്ചു. അതെങ്ങനെയാന്ന് പഠിച്ചു. ഞാൻ ജസ്റ്റ് CH3COCOH ഇതാണ് പൈറുവിക് ആസിഡ്. ഇതാണ് ഫൈനൽ സ്റ്റെപ്പ് അല്ലെങ്കിൽ 10th സ്റ്റെപ്പ്. 10th സ്റ്റെപ്പ് എന്താ ചോദിച്ചാൽ ഏത് ടൈപ്പ് ഓഫ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എന്താ പറയണം? സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ. അതൊരു സെക്കൻഡ് സബ്സ്ട്രേറ്റ് ആണ്, ലെവൽ ഫോസ്ഫോറിലേഷൻ ആണ്. ഇനി ഇതിന്റെ മേൽ സ്റ്റെപ്പ് എന്താ? 2PG. ഇത് ഈനോൾ ഉണ്ട്. അപ്പൊ ഈനോൾ സിന്തസൈസ് ചെയ്യണം, ഈനോളേസ്. അപ്പൊ അങ്ങനെ ജസ്റ്റ് ഒരു തിങ്കിങ് വെച്ച് അല്ലെങ്കിൽ MCQല് വേഗം കിട്ടാൻ ഒരു ഈസി ആവാൻ ഞാൻ ജസ്റ്റ് പറഞ്ഞതാ. ഇനി അടുത്തെന്താ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്? ഈ 1,3 ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഇല്ലേ, ഈ 1,3 ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡിനെ 3 ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആക്കുന്ന ഏത് എൻസൈം ഏതാ? ട്രാൻസ്ഫോസ്ഫോറിലേസ്. പിന്നെ ഇത്രയും കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ നിങ്ങൾ ഈ ചാപ്റ്റർ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം ചെയ്യാനുള്ള എന്താ? നിങ്ങൾ എല്ലാ നേരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു A4 പേപ്പർ എടുക്കുക. ഒരു A4 പേപ്പർ എടുത്ത് സ്വന്തമായിട്ട് ഒന്നിക്കൽ ഈ ന്യൂമോണിക് വെച്ച്, ഈ ന്യൂമോണിക് വേണ്ടെന്നുള്ള ആൾക്കാർ എങ്ങനെയാ നോർമൽ അറിയുന്ന രീതിയിൽ ഗുഡ് ഗേൾ ഫ്രണ്ട് ഫിൽ ഗ്ലാസ് ഡെയിലി ബൈ 3 PG and 2 PG ആൻഡ് പ്ലേ പിങ് പോങ് ആൻഡ് ലൂഡോ. ഇതിന്റെ സഹായത്തില് ഈ ടേബിൾ ഫുള്ള് എഴുതാം. ഇതിന് എത്ര ATP ഉണ്ടാവുക, എത്ര ATP യൂട്ടിലൈസ്ഡ് ആവുക, ഇതൊക്കെ എഴുതാം. പിന്നെ ശ്രദ്ധിക്കേണ്ട എന്താ? ATP ഉണ്ടാവാൻ നമ്മൾ പറഞ്ഞു. ഈ ATP ഉണ്ടാവുന്നത് ഇപ്പൊ ടോട്ടൽ എത്ര ATP ഉണ്ടായി? നെറ്റ് ഗെയിൻ ഓഫ് ATP എന്താ? നെറ്റ് ഗെയിൻ നമുക്കറിയാം, അതായത് എത്ര എണ്ണം നമുക്കറിയാം. എത്ര ATP ആ? 2 ATP. ഇവിടെ ഒരു 1,3 ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് 3 ഫോസ്ഫോഗ്ലിസറേറ്റ് ആയപ്പോ നമുക്ക് എത്ര ATP ഉണ്ടായി? ഒരു ATP ഉണ്ടായി. ആക്ച്വലി നമുക്കറിയാം 2 ടേൺസ് നടക്കുകയാണ് ഈ സ്റ്റെപ്പ്. കാരണം 2 PGL ഉണ്ട്, 2 മോളിക്യൂൾസ് ഓഫ് PGL ഉണ്ട്. അപ്പൊ നമ്മൾ അവിടെ 2 ATP ഉണ്ടായി. പിന്നെ താഴത്തെ സെക്കൻഡ് ഫോസ്ഫോറിലേഷൻ ഉണ്ട്, ഇനി 2 ATP ഉണ്ടായി. അപ്പൊ ടോട്ടൽ 4 ATP ആണ് ഡയറക്ട്ലി ഉണ്ടായത്. പക്ഷെ നമുക്കറിയാം 4 ATP ഉണ്ടായെങ്കിലും ആദ്യത്തെ 2 സ്റ്റെപ്പിൽ 2 ATP കൺസംഷനും കൂടി ഉണ്ടായിരുന്നു. ഫസ്റ്റ് ആൻഡ് തേർഡ് സ്റ്റെപ്പ് ബീങ് റിവേഴ്സിബിൾ. അവർക്ക് എന്താ ATP കൺസ്യൂമും കൂടി ആയിരുന്നു. അപ്പൊ നമുക്ക് നെറ്റ് ഗെയിൻ എന്ന് പറയുന്നത് എന്താ? 2 ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി റിഡോക്സ് ഇക്വലൻസ് റിമൂവ്ഡ് പെർ മോളിക്യൂൾ? ഒരു മോളിക്യൂൾ എത്ര റിഡോക്സ് ഇക്വലൻസിനെ റിമൂവ് ചെയ്യും? നമുക്കറിയാം
എന്താ ഒരു മോളിക്യൂൾ ഓഫ് PgAlന്റെ എത്ര എത്ര റിഡോക്സ് ഇക്വലൻസ് വേണം, അല്ലെങ്കിൽ എത്ര ഹൈഡ്രജൻ ആറ്റം വേണം? 2 വേണം. PgAl 2 മോളിക്യൂൾ ഉണ്ടെന്ന് അറിയാം. അപ്പൊ ടോട്ടൽ എത്ര റിഡോക്സ് ഇക്വലൻസ് വേണം? 4 റിഡോക്സ് ഇക്വലൻസ്. അപ്പൊ ആൻസർ എന്തായി? 4 ആയി. നമ്മൾ ഇത്രയും കാര്യം പഠിച്ചു. ഇനി NCERT ജസ്റ്റ് പഠിച്ചൊക്കെ നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇനി അടുത്ത പോയിന്റ് വെച്ചാല് ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് വെച്ചാൽ ഫോസ്ഫർ നമ്മൾ ഓൾറെഡി എന്ത് ഏത് ഫ്രക്ടോകൈനേസ് ഉപയോഗിക്കും? ഫോസ്ഫേറ്റിനെ ബിസ്ഫോസ്ഫേറ്റ് ആക്കുന്ന അപ്പോ PFK അല്ലെങ്കിൽ ഫോസ്ഫോ ഫ്രക്ടോകൈനേസ് എങ്ങനെയാ ഉപയോഗിച്ചത്? ഫോസ്ഫോ ഫ്രക്ടോകൈനേസ് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റിനെ ഫ്രക്ടോസ് 1 6 ബിസ്ഫോസ്ഫേറ്റ് ആക്കുന്നതിലാണ് ഉപയോഗിച്ചത്. അപ്പൊ എന്താ സ്പേസ് മേക്കർ എൻസൈം ഗ്ലൈക്കോളിസിസ് മേക്കർ എൻസൈം എന്നും കൂടി ഇതിന് പേരുണ്ട്. പിന്നെ ഈ എൻസൈമിന്റെ പ്രത്യേകത എന്താ? ATP ഇതിന്റെ ശത്രുവാണ്, ATP ഇതിന്റെ എനിമിയാണ്. അപ്പൊ എന്താ സെല്ലിൽ ഓൾറെഡി ഹൈ ATP ഉണ്ടെങ്കിൽ PFK എന്ന് പറഞ്ഞ എൻസൈം വർക്ക് ആവില്ല. അപ്പൊ എന്താ PFK വർക്ക് ആയില്ലെങ്കിൽ ആ സ്റ്റെപ്പ് നടക്കില്ല. അപ്പൊ ഏത് റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് ആയ ഫ്രക്ടോസ് ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 1 6 ബിസ്ഫോസ്ഫേറ്റ് നടക്കില്ല. അപ്പൊ അത് ആ സ്റ്റെപ്പ് ഹിൻഡേർഡ് ആവും. ഇനി നമ്മൾ ഓൾറെഡി പഠിച്ചു 10 സ്റ്റെപ്പിൽ 3 ഇറിവേഴ്സിബിൾ, ഫസ്റ്റ് തേർഡ് ആൻഡ് 10th. പക്ഷെ ഈ 3 റേറ്റ് ലിമിറ്റിംഗും ആണ്. ഈ 3ലും മോസ്റ്റ് ഇമ്പോർട്ടന്റ് റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് എന്ന് ചോദിച്ചാൽ ഏതാ? ടോട്ടൽ എത്ര റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് ഉണ്ട്? 3 out of 10. 3 സ്റ്റെപ്സ് വിച്ച് ആർ ഇറിവേഴ്സിബിൾ. ഇനി ഇതില് മോസ്റ്റ് ഇമ്പോർട്ടന്റ് റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് PFK വരുന്ന സ്റ്റെപ്പാണ്. ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 1 6 ബിസ്ഫോസ്ഫേറ്റ് എന്ന സ്റ്റെപ്പാണ്. ഇത്രയും നമ്മൾ അറിഞ്ഞിരുന്നു. നെറ്റ് ജനറേഷൻ ഓഫ് ATP കണ്ടു, എത്ര റിഡോക്സ് ഇക്വലൻസ് ആണ് പെർ ഗ്ലൂക്കോസ് മോളിക്യൂൾ കണ്ടു. ഇനി കീ പ്രോഡക്റ്റ് ഓഫ് ഗ്ലൈക്കോളിസിസ്. കീ പ്രോഡക്റ്റ് ഓഫ് ഗ്ലൈക്കോളിസിസ് എന്താ? പൈറുവിക് ആസിഡ്. ഇനി മെറ്റബോളിക് ഫേറ്റ് ഓഫ് പൈറുവേറ്റ് എന്താവും നമ്മൾ വന്ന് പഠിക്കും. ഇനി ഈ പൈറുവിക് ആസിഡിന്റെ ഡിഫറെന്റ് സെൽസ് റിക്വയർമെന്റ്സ് അനുസരിച്ച് ഡിഫറെന്റ് രീതിയിൽ ഡിഫറെന്റ് പ്രോസസ് ഓക്സിജൻ അവൈലബിലിറ്റി അപ്പൊ അതിന്റെ രണ്ട് ഫെർമെന്റേഷൻ എന്നാണ് വിളിക്കുക. ഫെർമെന്റേഷൻ നമ്മൾ പഠിക്കുന്നത്. ഈ ഫെർമെന്റേഷൻ എന്ന് പറഞ്ഞ ടേം കൊണ്ടുവന്ന ഗേ-ലുസാക്ക്. അത് ജസ്റ്റ് ഒരു എക്സ്ട്രാ പോയിന്റ്. ഫെർമെന്റേഷൻ എന്ന് പറഞ്ഞ ടേം കൊണ്ടുവന്നത് ഗേ-ലുസാക്ക്. ഇനി അനേറോബിക് റെസ്പിറേഷൻ അല്ലെങ്കിൽ ഫെർമെന്റേഷൻ എന്ന് പറയുന്നത് എന്താ? ഒരു പാർഷ്യൽ ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ ആണ്. കാരണം ഇതിന്റെ എൻ പ്രോഡക്ട്സിൽ നമുക്കറിയാം, ഈ ടേബിൾ ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഈ ടേബിളിന് എൻ പ്രോഡക്ട്സിൽ CO2 വാട്ടറിന് കൊടുത്തിട്ടുണ്ടോ? ഇല്ല, CO2 വാട്ടറും കൊടുത്തിട്ടില്ല. അപ്പൊ എന്ത് നമ്മൾ മനസ്സിലാക്കുക? അത് ഇൻകംപ്ലീറ്റ് അല്ലെങ്കിൽ പാർഷ്യൽ ഓക്സിഡേഷൻ ആണ്. ഈ ഫെർമെന്റേഷൻ സീൻ ഇൻ വിച്ച് ഓർഗാനിസം? ഏത് ഓർഗാനിസത്തിലാണ് കാണുന്നത് വെച്ച് നമുക്ക് പറയാൻ പറ്റും. ബാക്ടീരിയ ആൻഡ് ഫംഗൈ. ബാക്ടീരിയയിലും ഫംഗൈയിലും കാണുന്നതാണ് ഈ ഫെർമെന്റേഷൻ. ഇനി ഫെർമെന്റേഷന് 2 ടൈപ്സ് ഉണ്ട്. ഈ 2 ടൈപ്സ് എന്തൊക്കെയാ? ആൽക്കഹോളിക് ഫെർമെന്റേഷനും ലാക്ടിക് ആസിഡ് ഫെർമെന്റേഷനും. ഇനി നമ്മൾ 1 by 1 കാണാൻ പോവാണ്. ആൽക്കഹോളിക് ഫെർമെന്റേഷൻ. ആൽക്കഹോളിക് ഫെർമെന്റേഷനിൽ 3 സ്റ്റെപ്പ്. ആൽക്കഹോളിക് ഫെർമെന്റേഷനിൽ 3 സ്റ്റെപ്പാണ് ഉള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? എല്ലാ ഓർഗാനിസമിനും കാണുന്ന യൂണിവേഴ്സൽ പ്രോസസ് ഗ്ലൈക്കോളിസിസ്. സെക്കൻഡ് സ്റ്റെപ്പ് ഡീകാർബോക്സിലേഷൻ. മൂന്നാമത്തെ സ്റ്റെപ്പ് റിഡക്ഷൻ. GDR. ഗ്ലൈക്കോളിസിസ്, ഡീകാർബോക്സിലേഷൻ, റിഡക്ഷൻ. അതാണ് ആൽക്കഹോളിക് ഫെർമെന്റേഷൻ കാണുന്നത്. ഇതെവിടെയാ നടക്കുന്നത്? എവിടെയാ? സൈറ്റോപ്ലാസത്തിലാണ് നടക്കുന്നത്. ഇത് സൈറ്റോപ്ലാസത്തിലാണ് നടക്കുന്നത്. ഇനി എക്സാമ്പിൾ ആൽക്കഹോളിക് ഫെർമെന്റേഷൻ നടത്തുന്നതിന്റെ എക്സാമ്പിൾ ഈസ്റ്റ് സെല്ലിൽ നമ്മൾ ഫെർമെന്റേഷൻ കാണാൻ സാധിക്കും. അപ്പൊ ഉണ്ടാക്കാൻ നമ്മൾ ഈസ്റ്റ് ഇട്ടിട്ടാണ് CO2 ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാവും എന്താ? ചെറിയൊരു ആൽക്കഹോളിക് ഫെർമെന്റേഷൻ ആണ് ആ പ്രോസസ്സിന്റെ ബേസിസ്. അപ്പൊ ഈസ്റ്റിൽ ഫെർമെന്റേഷൻ ഉണ്ടാകും. പിന്നെ പ്ലാന്റ് സെൽസിൽ, അപ്പൊ നമുക്ക് പ്ലാന്റ് സെൽസിൽ ആൽക്കഹോൾ ഉണ്ടാവുന്നുണ്ടോ? അപ്പൊ നമുക്ക് ആൽക്കഹോൾ വേണമെങ്കിൽ പ്ലാന്റ് സെൽസിൽ ഡയറക്റ്റ്ലി എടുത്താൽ പോരെ. പക്ഷെ ഇത് അങ്ങനത്തെ ഒരു കേസ് അല്ല. പ്ലാന്റ് സെല്ലിൽ കുറെ എക്സസീവ് വാട്ടർ ലോക്ഡ് കണ്ടീഷനിലുള്ള പ്ലാന്റ്സ് എന്താ ഓക്സിജൻ കിട്ടില്ല. അതിന്റെ സ്റ്റെമ്മ് വാട്ടർ ലോഗിങ് കാരണം ഓക്സിജൻ കിട്ടില്ല. അങ്ങനെ ഓക്സിജൻ കിട്ടാതിരിക്കുമ്പോൾ അനേറോബിക് പ്രോസസ്സായ ആൽക്കഹോളിക് ഫെർമെന്റേഷൻ അണ്ടർഗോ ചെയ്ത് എന്ത് ബൈ പ്രോഡക്റ്റ് ഫോം ചെയ്യും? ആൽക്കഹോൾ ഉണ്ടാവും. ഈ ആൽക്കഹോൾ കാരണം അതിന്റെ ഡെത്ത് സംഭവിച്ച് അത് മരിച്ചു പോകും. ഇത്രയേ ഉള്ളൂ.
അപ്പൊ എക്സാമ്പിൾ പഠിച്ചു, ഈസ്റ്റിന്റെ പ്ലാന്റ്സിലുണ്ടെന്ന് പഠിച്ചു. ഇനി NCERT സെന്റൻസ് ബൈ സെന്റൻസ് നോക്കാണ്. ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് അണ്ടർ അനേറോബിക് കണ്ടീഷൻസ് ഇൻ വിച്ച് പൈറുവിക് ആസിഡ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു CO2 ആൻഡ് എത്തനോൾ. ഏത് എൻസൈംസ് ആണ് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന? പൈറുവിക് ആസിഡ് ഡീകാർബോക്സിലേസും ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസും ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ പൈറുവേറ്റ് ഡീകാർബോക്സിലേസ്, പൈറുവിക് ആസിഡ് ഡീകാർബോക്സിലേസ് അല്ലെങ്കിൽ പൈറുവേറ്റ് ഡീകാർബോക്സിലേസ്, ഇതിന്റെ കോഫാക്ടർ എന്താ? Mg2+. ഇതെന്താ ചെയ്യുന്നത്? ഇത് ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് പൈറുവിക് ആസിഡ് ഉണ്ടല്ലോ, നമ്മൾ ഉണ്ടായി വന്ന പൈറുവിക് ആസിഡിനെ എന്താക്കും? അസറ്റാൽഡിഹൈഡ് ആക്കും. അസറ്റാൽഡിഹൈഡ് പ്ലസ് CO2 ആക്കും. ഇതാണ് ഈ പൈറുവിക് ആസിഡ് ഡീകാർബോക്സിലേസ് ചെയ്യുന്നത്. പേര് പോലെ തന്നെ ഡീകാർബോക്സിൽ അപ്പൊ ഒരു CO2 എന്തായാലും റിലീസ് ആവണം. അപ്പൊ പൈറുവിക് ആസിഡ് 3 കാർബൺ ആണെന്നറിയാം. 3 കാർബണിൽ ഒരു കാർബൺ പോയി ബാക്കി 2 കാർബണിലുള്ള ഒരു അസറ്റാൽഡിഹൈഡ് കിട്ടി. ഇനി ഈ അസറ്റാൽഡിഹൈഡ് നമ്മൾ റിഡക്ഷൻ അണ്ടർഗോ ചെയ്യുന്നത്. ഈ റിഡക്ഷൻ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ഏതാ? ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ്. നമ്മൾ ഓൾറെഡി സ്റ്റെപ്സ് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഗ്ലൈക്കോളിസിസ് ഡീകാർബോക്സിലേഷൻ റിഡക്ഷൻ ഹെൽപ്പ് ചെയ്യുന്നത് ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ്. ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് വെച്ച് നമ്മുടെ അസറ്റാൽഡിഹൈഡ് എന്താവും? എത്തനോളും എന്താവും? റിഡക്ഷൻ എന്ത് വേണം? സബ്സ്ട്രേറ്റിന് റിഡക്ഷൻ സംഭവിക്കണമെങ്കിൽ അതിനൊരു ഹൈഡ്രജൻ കിട്ടണം. ഈ ഹൈഡ്രജൻ പ്രൊവൈഡ് ചെയ്യുന്ന ആരാ? നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ? പൈറുവിക് ആസിഡ് എത്തനോൾ ആവാണ്. 2 സ്റ്റെപ്പ്, ഇവിടെ 2 ബ്രേക്കേജ് ഉണ്ടോ? ആദ്യത്തെ സ്റ്റെപ്പ് ഡീകാർബോക്സിലേഷൻ, ഏറ്റവും ആദ്യം ഗ്ലൈക്കോളിസ് നടന്നു, പിന്നെ ഡീകാർബോക്സിലേഷൻ നടന്നു, പിന്നെ റിഡക്ഷൻ നടന്നു. ഈ റിഡക്ഷന് നമുക്ക് എന്തിന്റെ ആവശ്യമുണ്ട്? ഹൈഡ്രജൻ ആവശ്യമുണ്ട്. സബ്സ്ട്രേറ്റിന് ഹൈഡ്രജൻ കൊടുക്കുന്ന ആരാ? NADH+H+. അപ്പൊ ആ കാര്യം നമ്മൾ പഠിച്ചു. ഇനി ഈ ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് എന്ന് പറഞ്ഞ എൻസൈമിന്റെ കോഫാക്ടർ മാഗ്നീഷ്യ ആണോ? അല്ല, Zn2+ അല്ലെങ്കിൽ സിങ്ക് ആണ്. ഇനി പൈറുവേറ്റ് ഡീകാർബോക്സിലേസ് നമ്മൾ കണ്ടു, ഏതായിരുന്നു? Mg2+. അപ്പോ നമ്മൾ ആൽക്കഹോളിക് ഫെർമെന്റേഷൻ ജസ്റ്റ് കണ്ടു. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈ അടുത്ത ലാക്ടിക് ആസിഡ് ഫെർമെന്റേഷൻ കൂടി ഞാൻ ജസ്റ്റ് പറയാം. ലാക്ടിക് ആസിഡ് ഫെർമെന്റേഷൻ ആകെ 2 സ്റ്റെപ്പേ ഉള്ളൂ. ഏതൊക്കെ? ലാക്ടിക് ആസിഡ് ഫെർമെന്റേഷൻ 2 സ്റ്റെപ്പ്. ഒന്ന് ഗ്ലൈക്കോളിസിസ്, യൂണിവേഴ്സൽ പ്രോസസ്. അത് കഴിഞ്ഞ് എങ്ങനെയാ? ജസ്റ്റ് റിഡക്ഷൻ. ഇതെവിടെയാ നടക്കുന്നത്? സൈറ്റോപ്ലാസത്തിൽ തന്നെയാണ് ഇതും നടക്കുന്നത്. ഇതിന്റെ എക്സാമ്പിൾ എന്താ? എക്സാമ്പിൾ ലാക്ടിക് ആസിഡ് ബാക്ടീരിയ അല്ലെങ്കിൽ ലാക്ടോബാസിലസ്. പിന്നെ മസിൽ, എക്സസൈസിന്റെ സമയത്ത് മസിൽസിൽ ലാക്ടിക് ആസിഡ് ഉണ്ടാവും. അതാണ് വിച്ച് ഇസ് റെസ്പോൺസിബിൾ ഫോർ ക്രാംസ്. നമുക്ക് അത്രയും കാര്യങ്ങൾ അറിയാം. അപ്പൊ മസിൽസിലും ഡ്യൂറിങ് എക്സസൈസ് ആൻഡ് ലാക്ടിക് ആസിഡ് ബാക്ടീരിയയിലും ലാക്ടിക് ആസിഡ് ഫെർമെന്റേഷൻ നടക്കുന്നതാണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെ? ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞ് നമ്മൾ റിഡക്ഷൻ ഹെൽപ്പ് ചെയ്യുന്ന റിഡക്ഷൻ എന്താ സംഭവിക്കുന്നത്? ഈ പൈറുവിക് ആസിഡ് ഡയറക്ട്ലി റിഡക്ഷന് NADH ഉപയോഗത്തോടെ ലാക്ടിക് ആസിഡ് ആവാം. ഈ ലാക്ടിക് ആസിഡ് ഈ റിഡക്ഷൻ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ഏതാ? ലാക്ടേറ്റ് ഡീഹൈഡ്രോജനേസ്. റിഡക്ഷൻ ഹെൽപ്പ് ചെയ്യുന്നത് ലാക്ടേറ്റ് ഡീഹൈഡ്രോജനേസിന്റെ സഹായത്തോടുകൂടി NADH+H+ന്റെ സഹായത്തോടുകൂടി പൈറുവിക് ആസിഡ് ഡയറക്ട്ലി ലാക്ടിക് ആസിഡ് ആവാണ്. ഇത്രയും കാര്യം നമ്മൾ പഠിച്ചു. ഇനി NCERT പറയുന്നുണ്ട് ഈ 2 സ്റ്റെപ്സും 2 ഫെർമെന്റേഷൻ ജസ്റ്റ് ആക്ച്വലി വേസ്റ്റ് പ്രോസസ് ആണ്. കാരണം ഒന്നാമത്തത് വലിയ എനർജി ഒന്നും റിലീസ് ആവുന്നില്ല. അപ്പൊ സെല്ലിന് ATPക്ക് വേണ്ടിയാണ് ഈ പ്രോസസ് എന്ന് വെച്ചാൽ അല്ല, ATP ഒന്നും വലിയ കാര്യത്തിൽ കിട്ടുന്നില്ല. പിന്നെന്താ? ഇതിന്റെ ബൈ പ്രോഡക്ട്സ് ആൽക്കഹോൾ ആയാലും ലാക്ടിക് ആസിഡ് മസിൽസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ക്രാംസും പെയിൻസും ഉണ്ടായി അതൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ആണ്. അപ്പൊ ആൽക്കഹോൾ ആണെന്ന് അറിയാം, പ്ലാന്റ്സിന് ആൽക്കഹോൾ കൊല്ലാൻ വരെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും ഒരു ഹസാർഡസ് അല്ലെങ്കിൽ ആർക്കും വേണ്ടാത്ത ആസിഡ് ഓർ ആൽക്കഹോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റെപ്പ് ആയതുകൊണ്ട് അത് ആക്ച്വലി ഒരു വേസ്റ്റ് പ്രോസസ് ആണ്. പോരാത്തതിന് <7%, ആ സെന്റൻസ് നോക്കി വെക്കണം, <7% ഓഫ് ദ എനർജി ഇൻ ഗ്ലൂക്കോസ് ഇസ് റിലീസ്ഡ്. ഈ ഗ്ലൂക്കോസ് ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞ് ഫെർമെന്റേഷൻ നടത്തിയാൽ 7% കുറവ് എനർജി റിലീസ് ആവുന്നുള്ളൂ. ഇത്രയും കാര്യം നമ്മൾ കണ്ടു. ഇനി ഈ ഈസ്റ്റ് പോയിസൺ themselves to death when the concentration of alcohol reaches about 13%. 13% ആകുമ്പോൾ ഈ നമുക്കറിയാം ഈസ്റ്റിൽ ഫെർമെന്റേഷൻ നടക്കുന്നുണ്ട്. 13% ആകുമ്പോൾ അവര് സ്വന്തം ചത്തുപോകും. അപ്പൊ മാക്സിമം നാച്ചുറൽ ഫെർമെന്റേഷന് കൂടി മാക്സിമം എത്ര പെർസെന്റേജ് ഉള്ള ആൽക്കഹോൾ ഉണ്ടാക്കാന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റണം 13%. കാരണം അത് കഴിഞ്ഞാൽ ആ ഉണ്ടാക്കുന്ന നാച്ചുറൽ ഫെർമെന്റേഷൻ ഉണ്ടാക്കുന്ന ഓർഗാനിസം തന്നെ നശിച്ചു പോകും. അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കി. ഇനി
അടുത്ത NCERT ക്വസ്റ്റ്യൻ ചോദിക്കാണ്, ഇനി ഇതിനും കൂടുതൽ ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ള ആൽക്കഹോളിക് ബെവറേജസ് ഉണ്ടാക്കണമെങ്കിൽ ഏത് പ്രോസസ്സാണ് ഉപയോഗിക്കുക? നമുക്കറിയാം ഡിസ്റ്റിലേഷൻ ഉപയോഗിച്ചാണ് അത് ഉണ്ടാക്കുന്നത്. ഈ ഡയഗ്രാം പഠിച്ചു നോക്കുക. ഈ ഡയഗ്രത്തിൽ ഇത്രയും ഗ്ലൈക്കോളിസിസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അതിന് ശേഷമാണ് ഇതെന്താ ആൽക്കഹോളിക് ഫോർമേഷൻ, അതിന് ഇതെന്താ ലാക്ടിക് ആസിഡ് ഫോർമേഷൻ. അപ്പൊ ആ ഡയഗ്രാം നല്ലോണം പഠിക്കാം. അതിന്റെ എൻസൈം ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എൻസൈം, എക്സാമ്പിൾ, ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങൾ, സൈറ്റ്, ഇതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്രയും കഴിഞ്ഞു. ഇനി നമ്മൾ പറയാണ്, ഇനി എന്താ എയറോബിക് റെസ്പിറേഷൻ. എയറോബിക് റെസ്പിറേഷൻ ഇത് ലാസ്റ്റ് ടോപ്പിക് ആണ് ഇന്നത്തെ. എയറോബിക് റെസ്പിറേഷൻ എന്താ? എയറോബിക് റെസ്പിറേഷൻ പ്രോകരിയോട്സിലും യൂകരിയോട്സിലും നടക്കുന്ന പ്രോസസ് ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തിട്ട് എൻഡ് ചെയ്യാൻ ക്ലാസ്. എയറോബിക് റെസ്പിറേഷൻ പ്രോകരിയോട്ടിലും യൂകരിയോട്ടിലും നടക്കുന്നതാണ്. പ്രോകരിയോട്ടിലും യൂകരിയോട്ടിലും നടക്കുന്ന പ്രോസസ് ഓഫ് ഓക്സിജന്റെ അവൈലബിലിറ്റി അനുസരിച്ച്. അതിന് എയറോബിക് റെസ്പിറേഷന് 4 സ്റ്റെപ്സ് ഉണ്ട്. 4 സ്റ്റെപ്സ്. അതെന്തൊക്കെയാ 4 സ്റ്റെപ്സ്? ഒന്ന് നമുക്കറിയാം യൂണിവേഴ്സൽ പ്രോസസ് വിച്ച് ഇസ് ഗ്ലൈക്കോളിസിസ്, അതറിയാം. ബി എന്താ? ലിങ്ക് റിയാക്ഷൻ, അത് നമ്മൾ പഠിക്കും. ലിങ്ക് റിയാക്ഷൻ. 3 എന്താ? ക്രെബ്സ് സൈക്കിൾ. 4 ETS അല്ലെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം അല്ലെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. ഇനി ഞാൻ പറയട്ടെ, ഇത് നമ്മൾ പറഞ്ഞു പ്രോകരിയോട്ടിൽ നടക്കും, യൂകരിയോട്ടിൽ നടക്കുന്നു പറഞ്ഞു. ഇനി പ്രോകരിയോട്സിൽ ഗ്ലൈക്കോളിസിസ് നടക്കുന്ന എവിടെയാ? ഇവിടെ എഴുതാം ഞാൻ. പ്രോകരിയോട്ടിൽ ഗ്ലൈക്കോളിസിസ് നടക്കുന്ന എവിടെയാ? നമുക്കറിയാം സൈറ്റോപ്ലാസം. യൂകരിയോട്ടിൽ നടക്കുന്ന എവിടെയാ? അതും നമുക്കറിയാം സൈറ്റോപ്ലാസം. ഈ ടേബിൾ ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിച്ചു വെക്കുക. ഇനി ലിങ്ക് റിയാക്ഷൻ നമ്മൾ ഇനി പഠിക്കും. ലിങ്ക് റിയാക്ഷൻ പ്രോകരിയോട്ടിൽ നടക്കുന്ന സൈറ്റോപ്ലാസത്തിൽ തന്നെയാണ്. യൂകരിയോട്ടിൽ നടക്കുന്നതോ മെട്രിക്സ് ഓഫ് മൈറ്റോകോൺഡ്രിയ. മെട്രിക്സ് ഓഫ് മൈറ്റോകോൺഡ്രിയ. ഇനി ക്രെബ്സ് സൈക്കിൾ. ക്രെബ്സ് സൈക്കിൾ നടക്കുന്ന എവിടെയാ? പ്രോകരിയോട്ടിൽ വേറെ ഒന്നുമില്ല, ആകെ ഒരു സെല്ല് ആകെ ഒരു സൈറ്റോപ്ലാസം മാത്രമേ. അപ്പൊ അതും സൈറ്റോപ്ലാസം തന്നെ. പക്ഷെ ETS പ്ലാസ്മ മെംബ്രെയിനിലാണ് നടക്കുക. ഇനി ക്രെബ്സ് സൈക്കിള് യൂകരിയോട്ടിൽ നടക്കുന്ന എവിടെയാ? മെട്രിക്സ് ഓഫ് മൈറ്റോകോൺഡ്രിയ. സെയിം ആണ്, മെട്രിക്സ് ഓഫ് മൈറ്റോകോൺഡ്രിയ. ഇനി ETS നടക്കുന്ന എവിടെയാ? ഇന്നർ മെംബ്രെയിൻ ഓഫ് മൈറ്റോകോൺഡ്രിയ. മെട്രിക്സ് ആണോ? അല്ല, ഇന്നർ മെംബ്രെയിൻ ഓഫ് മൈറ്റോകോൺഡ്രിയയിലാണ് ഈ സ്റ്റെപ്പ് നടക്കുന്നത്. ഈ ഡയഗ്രാം പഠിച്ച് ഇത് എങ്ങനെ വെച്ചാൽ അറിഞ്ഞിരിക്കണം. ഞാൻ ജസ്റ്റ് റിവൈസ് ചെയ്യാൻ. പ്രോകരിയോട്സിൽ ലിങ്ക് റിയാക്ഷൻ എവിടെയാണ് നടക്കുന്നത്? സൈറ്റോപ്ലാസം. ക്രെബ്സ് സൈക്കിൾ ഗ്ലൈക്കോളിസിസ് എവിടെയാണ് നടക്കുന്നത്? അതും സെയിം സൈറ്റോപ്ലാസം. ആകെ പ്രോകരിയോട്സിൽ ETS ചോദിച്ചാൽ മാത്രം പ്ലാസ്മ മെംബ്രെയിൻ പറയാം. ഇനി യൂകരിയോട്സിൽ ഗ്ലൈക്കോളിസിസ് എവിടെയാണ് നടക്കുന്നത്? ഗ്ലൈക്കോളിസിസ് എല്ലായിടത്തും സൈറ്റോപ്ലാസം തന്നെയാണ്. അതൊരു യൂണിവേഴ്സൽ പ്രോസസ് ആണ്, എല്ലാ ജീവികളും കാണുന്ന പ്രോസസ് ആണ്. അപ്പൊ ഉള്ളത് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സൈറ്റോപ്ലാസത്തിലാണ് യൂകരിയോട്ടായാലും പ്രോകരിയോട്ടായാലും ഗ്ലൈക്കോളിസിസ് നടക്കുന്നത്. ഇനി യൂകരിയോട്ടിൽ ലിങ്ക് റിയാക്ഷൻ എവിടെ നടക്കുന്നത്? ഇന്നർ മെംബ്രെയിൻ ഓഫ് മൈറ്റോകോൺഡ്രിയയിലാണോ? അല്ല. നമുക്കറിയാം ഇന്നർ മെംബ്രെയിൻ മൈറ്റോകോൺഡ്രിയയിൽ ആകെ ഒരു റിയാക്ഷൻ നടക്കുന്നുള്ളൂ യൂകരിയോട്സിൽ, അത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ആണ്. അപ്പൊ നമ്മൾ ബാക്കി 2 ലിങ്ക് റിയാക്ഷനും ക്രെബ്സ് സൈക്കിളും എവിടെയാണ് നടക്കുന്നത്? യൂകരിയോട്ടിൽ മെട്രിക്സ് ഓഫ് മൈറ്റോകോൺഡ്രിയയിലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി വാട്ട് ഇസ് ലിങ്ക് റിയാക്ഷൻ? എന്താണ് ലിങ്ക് റിയാക്ഷൻ? ലിങ്ക് റിയാക്ഷൻ അല്ലെങ്കിൽ ട്രാൻസിഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ ഗേറ്റ് വേ സ്റ്റെപ്പ്. ലിങ്ക് റിയാക്ഷൻ, ട്രാൻസിഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ ഗേറ്റ് വേ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ? പൈറുവിക് ആസിഡ് കോഎൻസൈം എയുടെ സഹായത്തോടു കൂടിയും NAD+ എന്ന് പറഞ്ഞ ഓക്സിഡൈസിങ് ഏജന്റിന്റെ സഹായത്തോടു കൂടിയും ഇതെവിടെയാ നടക്കുന്നത്? നമുക്കറിയാം എവിടെയാ? മെട്രിക്സ് ഓഫ് മൈറ്റോകോൺഡ്രിയയിൽ. നമ്മളിവിടെ ഓൾറെഡി പഠിച്ചു. യൂകരിയോട്സിൽ ലിങ്ക് റിയാക്ഷൻ മെട്രിക്സ് ഓഫ് മൈറ്റോകോൺഡ്രിയയിൽ നടക്കുന്നതാണ്. മെട്രിക്സ് ഓഫ് മൈറ്റോകോൺഡ്രിയ പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന് പറഞ്ഞ എൻസൈമിന്റെ ഈ പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ് മാത്രമല്ല, പൈറുവേറ്റ് ഡീകാർബോക്സിലേഷൻ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഹെൽപ്പില് പൈറുവിക് ആസിഡ് ഡീഹൈഡ്രോജനേസ് വെച്ച് റെഡ്യൂസ് ആയാൽ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കാം, NAD+ ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. മറ്റുള്ളതിനെ ഓക്സിഡൈസ് ചെയ്ത് സ്വയം റെഡ്യൂസ് ആവും. അപ്പൊ പൈറുവിക് ആസിഡ് എന്താ ഇവിടെ? പൈറുവിക് ആസിഡ് ഓക്സിഡൈസ് ആയി എന്ന് നമുക്കറിയാം. ഇതിൽ ഒരു ഇത് NCERT കൊടുത്തിട്ടില്ല, പൈറുവേറ്റ് ഡീകാർബോക്സിലേസ്. അപ്പൊ നമ്മൾ ഡീകാർബോക്സിലേഷൻ തുടങ്ങാം. പൈറുവിക് ആസിഡ് 3 കാർബൺ കമ്പൗണ്ട് ആണ്, ഡീകാർബോക്സിലേഷൻ ആണ്. ഒരു കാർബൺ CO2 ആയിട്ട് പോയി. ഇനി ബാക്കി 2 കാർബൺ ഉണ്ട്. ഈ 2 കാർബൺ എന്താ? ഈ 2 കാർബൺ ആക്ച്വലി അസറ്റിക് ആസിഡ് ആവാണ് എന്ന്. പൈറുവിക് ആസിഡ് അസറ്റിക് ആസിഡ് ആയി. അസറ്റിക് ആസിഡ് ഈ കോഎൻസൈം എയോട് കമ്പൈൻ ചെയ്ത് അസറ്റൈൽ കോഎൻസൈം ഉണ്ടാവാണ്. അസറ്റൈൽ കോഎൻസൈം ഇനി NAD+ എന്താവും? NADH+H+. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു പറഞ്ഞു. ഇനി
ഇനി എന്താ, നമുക്ക് അസറ്റൈൽ കോഎൻസൈം വരെ കിട്ടി. ലിങ്ക് റിയാക്ഷൻ അല്ലെങ്കിൽ ട്രാൻസിഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ ഗേറ്റ് വേ സ്റ്റെപ്പില് ബൈ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയ എന്താ, അസറ്റൈൽ കോഎൻസൈം. ഇനി ഇങ്ങനെയും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എന്ത്, പെർ ഗ്ലൂക്കോസ് മോളിക്യൂൾ എത്ര ലിങ്ക് റിയാക്ഷൻ ആവശ്യമുണ്ട്? പെർ ഗ്ലൂക്കോസ് മോളിക്യൂൾ ഉപയോഗിച്ച് നമുക്ക് 2 പൈറുവിക് ആസിഡ് കിട്ടുന്നറിയാം. 2 പൈറുവിക് ആസിഡ് 2 ലിങ്ക് റിയാക്ഷൻ ഉപയോഗിച്ചാലാണ് 2 അസറ്റൈൽ കോഎൻസൈമേ ഉണ്ടാവുക. അപ്പോൾ ഒരു ഗ്ലൂക്കോസ് ഉപയോഗിച്ച് ഗ്ലൈക്കോളിസും ലിങ്ക് റിയാക്ഷൻ നടത്തിയ എത്ര മോളിക്യൂൾ ഓഫ് അസറ്റൈൽ കോഎൻസൈമേ ഫൈനലി കിട്ടും എന്ന് വെച്ച് നമുക്ക് പറയാൻ പറ്റണം 2 അസറ്റൈൽ കോഎൻസൈമയാണ് ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ തരിക ഫൈനലി ആഫ്റ്റർ ലിങ്ക് റിയാക്ഷൻ. ഇനി ഈ അസറ്റൈൽ കോഎൻസൈമ എന്താ പറ്റുക? ഈ അസറ്റൈൽ കോഎൻസൈമേ ക്രെബ്സ് സൈക്കിളിൽ കയറും. ക്രെബ്സ് സൈക്കിൾ അല്ലെങ്കിൽ ഓക്സിലിക് ആസിഡ് സൈക്കിൾ അല്ലെങ്കിൽ സിട്രിക് ആസിഡ് സൈക്കിൾ. എന്തൊക്കെ? ക്രെബ്സ് സൈക്കിൾ, ട്രൈകാർബോക്സിലിക് ആസിഡ് സൈക്കിൾ അല്ലെങ്കിൽ സിട്രിക് ആസിഡ് സൈക്കിൾ. ഇതാണ് ഇതിന്റെ വേറെ പേര്, സിട്രിക് ആസിഡ് സൈക്കിൾ. ഈ സിട്രിക് ആസിഡ് സൈക്കിൾ കണ്ടുപിടിച്ചാരാ? ക്രെബ്സ് സൈക്കിൾ എന്ന് പറയാൻ കാരണം എന്താ? ഇത് കണ്ടുപിടിച്ചത് ഹാൻസ് ക്രെബ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആയതുകൊണ്ട്. എവിടെയാണ് കണ്ടുപിടിച്ചത്? ഫ്ലൈറ്റ് മസിൽസ് ഓഫ് പീജിയൻ. ഫ്ലൈറ്റ് മസിൽസ് ഓഫ് പീജിയനിലാണ് കണ്ടുപിടിച്ചത്. ഫ്ലൈറ്റ് മസിൽസ് ഓഫ് പീജിയനിൽ ഹാൻസ് ക്രെബ് കണ്ടുപിടിച്ച സൈക്കിൾ ആയതുകൊണ്ട് അതിനെ ക്രെബ്സ് സൈക്കിൾ എന്ന് വിളിച്ചു. ഇനി ക്രെബ്സ് സൈക്കിൾ നടക്കുന്നത് എവിടെയാ? നമുക്കറിയാം ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിലാണ് യൂക്കറിയോട്ടിൽ ക്രെബ്സ് സൈക്കിൾ നടക്കുക. അല്ല, മെട്രിക്സ് ഓഫ് മൈറ്റോകോൺഡ്രിയ ലിങ്ക് റിയാക്ഷനും ക്രെബ്സ് സൈക്കിളും നടക്കുന്ന യൂക്കറിയോട്ടിൽ ഏതിലാ? മെട്രിക്സ് ഓഫ് മൈറ്റോകോൺഡ്രിയയിലാണ്. ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിൽ നടക്കുന്ന ആകെ ETS മാത്രമേ ഉള്ളൂ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ, വിച്ച് വിൽ ബി ഡിസ്കസ് ടുമോറോ. പാർട്ട് 2 ഡിസ്കസ് ചെയ്യും. ആൻഡ് നമ്മൾ പറയണ അസറ്റൈൽ കോഎൻസൈമേ, ലിങ്ക് റിയാക്ഷൻ വഴി കിട്ടിയ അസറ്റൈൽ കോഎൻസൈമേ ഒരു ക്രെബ്സ് സൈക്കിൾ, അതായത് 1 ടേൺ ഓഫ് ക്രെബ്സ് സൈക്കിളിൽ എപ്പോഴും ഒരു അസറ്റൈൽ കോഎൻസൈമേ യൂട്ടിലൈസ്ഡ് ആവുള്ളൂ. അപ്പോ ടോട്ടൽ ഒരു ഗ്ലൂക്കോസ് ഉപയോഗിച്ച് നമ്മൾ ഗ്ലൈക്കോളിസിസും എയറോബിക് റെസ്പിറേഷൻ നടത്താൻ പോയാൽ എത്ര ടേൺ ഓഫ് ക്രെബ്സ് സൈക്കിൾ ആവശ്യമുണ്ട്? കാരണം 2 ടേൺ ഓഫ് ക്രെബ്സ് സൈക്കിൾ ആവശ്യമുണ്ട്. കാരണം 2 മോളിക്യൂൾ ഓഫ് അസറ്റൈൽ കോഎൻസൈമേ യൂട്ടിലൈസ് ചെയ്ത് തീർക്കണ്ടേ. അപ്പൊ 2 ടേൺസ് ഓഫ് ക്രെബ്സ് സൈക്കിൾ ആവശ്യമുണ്ട്. ആൻഡ് ഇനി സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് വിളിക്കാൻ കാര്യം എന്താ? സിട്രിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് പ്രോഡക്റ്റ് സിട്രിക് ആസിഡ്, വിച്ച് ഇസ് 6 കാർബൺ കമ്പൗണ്ട്. സിട്രിക് ആസിഡ് ആണ് ഇതിന്റെ ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് 6 കാർബൺ സിട്രിക് ആസിഡ് ആയതുകൊണ്ടാണ് ഇതിനെ സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് വിളിച്ചത്. അപ്പൊ നമ്മൾ ഇത്രയും കാര്യം അറിഞ്ഞു. ക്രെബ്സ് സൈക്കിളിന്റെ വേറെ പേര്, അതിന്റെ സയന്റിസ്റ്റ്, അതിന്റെ എവിടെയാ കണ്ടുപിടിച്ചത്, അതിന് എന്തുകൊണ്ടാണ് സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് വിളിക്കുക, അതിന്റെ സൈറ്റ് ഏതാ, അതിന്റെ ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് എന്താ, അതിന് ഒരു ഗ്ലൂക്കോസ് മോളിക്യൂളിന് എത്ര ടേൺ ഓഫ് ക്രെബ്സ് സൈക്കിൾ വേണം? 2 ടേൺ ഓഫ് ക്രെബ്സ് സൈക്കിൾ വേണം. ഇനി ഞാൻ ജസ്റ്റ് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് ഇതിന്റെ ഒരു ന്യൂമോണിക് പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് എൻഡ് ചെയ്യും. ഇനി ബാക്കി പാർട്ട് 2 നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പഠിക്കും. ഇനി ക്രെബ്സ് സൈക്കിൾ സബ്സ്ട്രേറ്റ് നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു ന്യൂമോണിക് ആണ്. ഓഫീസർ ആകാശ് നോട് ചോദിക്കാണ്, can I keep selling substances for money എന്ന് ചോദിക്കാണ്. പൈസ വെച്ച് സെല്ല് ചെയ്തോണ്ടിരിക്കാൻ പറ്റാവുന്ന ഓഫീസർ ആകാശോട് ഞാൻ ജസ്റ്റ് ചോദിക്കാം, ഓഫീസർ ആകാശ്, can I keep selling substances for money? ആ സെന്റൻസ് തെറ്റിച്ച ഹോൾ ട്രിക്കും തെറ്റിപ്പോവും. അപ്പൊ ആ സെന്റൻസ് ആദ്യം മര്യാദ പഠിച്ചേക്കാം. ഓഫീസറിന്റെ O എന്താ? ഒക്സാലോ അസിറ്റിക് ആസിഡ്. ഈ ഒക്സാലോ അസിറ്റിക് ആസിഡ് ആണ് ഓഫീസറിന്റെ O. ആകാശ് എന്താ? അസറ്റൈൽ കോഎൻസൈം A. ക്യാൻ എന്താ? ക്യാൻ സ്റ്റാൻഡ്സ് ഫോർ സിട്രിക് ആസിഡ്, സിട്രേറ്റ് അല്ലെങ്കിൽ സിട്രിക് ആസിഡ്. I എന്താ ഇതില്? ഐസോസിട്രേറ്റ്. NCERT കൊടുത്തിട്ടില്ല, പക്ഷെ ആക്ച്വലി അത് കഴിഞ്ഞൊരു ഐസോസിട്രേറ്റ് ഉണ്ടാവുന്ന ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഡോട്ട് കൊടുത്തിരിക്കുന്നത് സിട്രേറ്റ് കഴിഞ്ഞ്. ഇനി കീപ്പ് എന്താ? ആൽഫ കീറ്റോഗ്ലൂട്ടാറിക് ആസിഡിന്റെ കീപ്പാണ് കീപ്പ്. സെല്ലിംഗും ഉണ്ട്, സബ്സ്റ്റൻസും ഉണ്ട്, രണ്ടും S വെച്ചാണ്. ഇതിലേതാണ് സക്സിനൈൽ കോഎൻസൈമ്, ഇതിലേതാണ് സക്സിനേറ്റ് എന്ന് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ നമുക്കറിയാം എന്ത്? സക്സിനൈൽ കോഎൻസൈമേ CO ഉണ്ട് അതില്. കോ സ്റ്റാൻഡ്സ് ഫോർ കോശിഷൻ. നമ്മൾ ആലോചിക്കുക, നമ്മൾ കോശിഷ് ചെയ്താലേ, നമ്മൾ ട്രൈ ചെയ്താലേ നമുക്ക് ഫൈനലി സക്സസ് ഉണ്ടാവുള്ളൂ. ട്രൈ ചെയ്താലേ സക്സസ് ഉണ്ടാവുള്ളൂ. അപ്പൊ കോശിഷിന്റെ ആദ്യം വരണം, ട്രൈ അല്ലേ ആദ്യം വരെ സക്സസിന് മുമ്പ്. അപ്പൊ സക്സിനൈൽ കോഎൻസൈമ് ഫസ്റ്റ് വരും, അത് കഴിഞ്ഞ് സക്സിനേറ്റ് വരും. സക്സിനേറ്റ് സ്റ്റാൻഡ്സ് ഫോർ സക്സസ്. അങ്ങനെ കോശിഷ് ഉണ്ടെങ്കിലേ സക്സസ് ഉള്ളൂ. സക്സസ് ലാസ്റ്റ് വരുന്നതുകൊണ്ട് സക്സിനേറ്റ് ലാസ്റ്റ് വരിക, നമ്മൾ അങ്ങനെ ആലോചിക്കാം. 4 എന്താ? F സ്റ്റാൻഡ്സ് ഫോർ
fumarate. Money എന്താ? M stands for malate. Keep ketoglutaric acid. ഇത്രയും കാര്യം. ഓഫീസർ ആകാശ്, can I keep selling substances for money? അതിൽ എന്താ ഏതാന്നൊക്കെ പറഞ്ഞു. അത് ഇനി ഈ സൈക്കിളും ഇതിന്റെ ATPയും ബാക്കി സാധനങ്ങളും നമ്മൾ നാളെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. നാളെ നമ്മൾ ചാപ്റ്റർ തീർക്കും. ചാപ്റ്റർ തീർക്കുന്നതിലൂടെ എക്സസൈസും ഡിസ്കസ് ചെയ്യും. എക്സസൈസിന്റെ കൂടെ ഒരു 10-20 പ്രീവിയസ് ഇയർ. ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം പോയി ഈ ചാപ്റ്ററിലെ സൈക്കിൾസ്, ഈ ചാപ്റ്ററിലെ ഗ്ലൈക്കോളിസിസ് ആയാലും ഫെർമെന്റേഷന്റെ സ്റ്റെപ്സ് ആയാലും അതിന്റെ എൻസൈംസ് ആയാലും കോ ഫാക്ടേഴ്സ് ആയാലും ഒരു പേപ്പറിൽ എഴുതി എല്ലാ ദിവസവും കാണുന്നിടത്ത് ഒട്ടിച്ചു വെക്കുക. അത് എല്ലാ ദിവസവും പിന്നെയും റിവൈസ് ചെയ്യാം. റിവൈസ് ചെയ്യാൻ ഉദ്ദേശമുള്ള ഇല്ലാത്ത ഒരാള് പഠിക്കുന്നതും വേസ്റ്റ് ആണ്. കാരണം എന്താ, റിവൈസ് ചെയ്തില്ലെങ്കിൽ എന്തായാലും പഠിച്ചതൊക്കെ പോകും. പിന്നെ പഠിച്ചിട്ടും കൂടി സമയം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ റിവൈസ് ചെയ്യാൻ ഉദ്ദേശം മാത്രം പഠിച്ചാൽ മതി. വൺ ടൈം ലേണിംഗ് കുറച്ച് കൂടുതൽ സമയം എടുക്കുമെങ്കിലും ഫസ്റ്റ് ടൈം ലേണിംഗ് കുറച്ച് കൂടുതൽ സമയം എടുക്കുമെങ്കിലും റിവൈസ് ചെയ്യുമ്പോൾ ഈസിയറെ സമയം കുറച്ചൊന്ന് അവസാനം എക്സാമിന്റെ തലേന്ന്, നീറ്റിന്റെ തലേന്നാകുമ്പോൾ നമുക്ക് ജസ്റ്റ് 5 മിനിറ്റിൽ ഹോൾ ചാപ്റ്റർ ഓഫ് റെസ്പിറേഷൻ ഓഫ് പ്ലാന്റ്സ് നമ്മൾ റിവൈസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉള്ളവരെ നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ദാറ്റ് കൺക്ലൂഡ്സ് ആർ പാർട്ട് 1 ഫോർ ദിസ് ചാപ്റ്റർ. താങ്ക് യു. ആദ്യം പോയിട്ട് എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു. ഈ സൈക്കിൾസ് പഠിക്കുക, അതിന്റെ ATP പല രീതിയിൽ ചോദിച്ചാലും പറയാം. ഇനി ഒരു എക്സ്ട്രാ പോയിന്റ്, നാളത്തേക്ക് ഒരു ഫുഡ് തോട്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഗ്ലൈക്കോളിസിസ് വരുമോ അല്ലെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ നോക്കാം. താങ്ക് യു.